ഫിക്ഷണൽ ക്യാരക്ടറിനോട് തോന്നിയൊരു ഇഷ്ടമാണ്. എനിക്ക് മാജിക്കും ഈ മാജിക് റിലേറ്റ് ചെയ്ത എല്ലാം, ചാത്തൻ കഥയായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ തന്നെ ഇഷ്ടമാണ്. ഇഷ്ടം എന്നല്ല പറയണ്ട, ഭയങ്കര അത് മതി, അങ്ങനെ ഇഷ്ടമാണ്. അപ്പം അതിനോടുള്ളൊരു താല്പര്യം ചെറുപ്പത്തിലേ ഉണ്ട്. പിന്നെ ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞ ഫിക്ഷണൽ ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടു. ബോർഡിൽ നമ്മളിങ്ങനെ ചിത്രമൊക്കെ വരച്ച് ഒരു പരസ്യത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഡിജിറ്റലായി ഫോട്ടോഷോപ്പ് വന്നു. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെറുതെ പറഞ്ഞാൽ നമുക്ക് തരുന്ന പോലെ അത്രയും ഡിഫറൻസ് ഉണ്ട് വിചാരിച്ചോളൂ. മെന്റലിസത്തിന് മനസ്സ് വായിക്കാൻ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, മനസ്സിലാകുന്നില്ലേ പറയുമ്പോൾ? അങ്ങനെ പറ്റും എന്നാണ് നമ്മൾ തോന്നിക്കുന്നത്. അങ്ങനെ പറ്റുള്ളൂ, ശരിക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. സൈക്കോളജിയിൽ ഇതൊക്കെ ഫേക്ക് കോൺസെപ്റ്റ് ആണ്. മാജിക് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തായാലും പറ്റില്ലല്ലോ. മാജിക് അല്ല ഇതിന്റെ ബേസ്. മാജിക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനേ പറ്റില്ലല്ലോ. പറ്റില്ല. കാരണം അല്ല, പറഞ്ഞല്ലോ മാജിക് എന്ന് പറയുന്നത് വേറൊരു തലല്ലേ, വേറൊരു രീതിയല്ലേ. മാജിക്കിലൊരു തരം എന്താ പറയാ, ശരിക്കും ആളുകളെ കബളിപ്പിക്കല്ലേ. എന്തിനാണ് നിങ്ങൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കുന്നത്? നമ്മൾ നിങ്ങളെ കബളിപ്പിക്കാൻ മനോഹരമായി ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ. അപ്പൊ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള ലയേഴ്സ് ആണ് മജീഷ്യൻസ്. ഒരു കയ്യിലിടുന്ന കല്ലും അപ്പൊ ആരും ഇതിനെ തഗ്ഗിയുണ്ട്, ഇത് അതൊന്നും അല്ല. അപ്പൊ അതും പിന്നെ മുകളിലുള്ള നക്ഷത്രവും ഒക്കെയാണ് നിങ്ങളുടെ ഭാവിയും ഭൂതവും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരായിട്ടുള്ള കാര്യമില്ല. അങ്ങനെ അതൊരു എന്തൊരു എസ്കേപ്പിസം ആണത്. ചൊവ്വാദോഷം നില മറ്റു കല്യാണം കഴിയാതിരിക്കുക. ഒരു ആലോചിച്ച് നോക്കോ, എവിടെയോ കിടക്കുന്ന സ്റ്റാർ അവിടുന്ന് ഒരു എനർജി ഇവിടെ വന്ന് 20,000 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ അതുണ്ടാക്കിയ പ്രഭയാണ് നിങ്ങളുടെ കല്യാണം മുടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്ര ദ്രോഹമാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വർഷം പിറകിലോട്ട് പോയിട്ട് ഒരു 15 വർഷത്തെ കണക്കും കൊണ്ട് ഇവിടെ ഇങ്ങനത്തെ വലിയ ആശയങ്ങളും തീവ്രവാദമൊക്കെ ഉണ്ടാക്കുന്ന സൗകര്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് നമുക്ക് നമ്മുടെ ലോജിക്ക് മാത്രം മതി. അല്ല നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വിഴുങ്ങിയേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ വെൽക്കം ടു ഇറ്റ്. ഞാൻ ഐ വോണ്ട് ബൈ ഇറ്റ്. ഇല്ല, ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ച എത്ര മനോഹരമായിട്ടുള്ള സിനിമകളുണ്ടെന്ന് അറിയാം. മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഇതിലായിരുന്നു. നമുക്ക് പലതും ഇവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അപ്പം അങ്ങനെ അറിഞ്ഞതും നേരിട്ടറിഞ്ഞായിട്ടില്ല. എത്രയോ മനോഹരമായിട്ട് തോന്നിയ നല്ല നൈർമല്യമുള്ള സിനിമകളില്ലേ. വേണ്ടാന്ന് തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചത് ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ മണ്ടത്തരം കേട്ടിട്ട്. ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ പെരുമാറ്റങ്ങളെയും ചിന്തകളെയും അതിനെ ഒരു നിരൂപണം ചെയ്യുന്നതാണ് മെൻ്റലിസം എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പം അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് മെൻ്റലിസത്തിലൂടെ അങ്ങനെ അവരെ പഠിച്ച് നിരൂപണം ചെയ്യാൻ. നിരൂപണമില്ല, ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കൂടുതൽ സാധാരണ ആളുകൾ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലധികം ഒബ്സർവ് ചെയ്യേണ്ടി വരും. അങ്ങനെ കിട്ടുന്ന ഒബ്സർവേഷനിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളെ ഡിഡക്റ്റീവ് റീസൺ, നിഗമനം എന്ന് പറയില്ലേ. പക്ഷേ ഇത് ഒരാളെ കണ്ട് കുറച്ച് സെക്കൻഡിനുള്ളിൽ അവരെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോറ് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. അത് തുടക്കം. പിന്നെ അതിന് ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ഇതിനകത്ത്. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല നമ്മളൊരു സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നത്. അവരുടെ എന്താണ് അപ്പോഴത്തെ അവരെന്താണ് ഇനീഷ്യൽ തോട്ട് എന്തായിരിക്കും, അവർ ഇതിന് ഓപ്പൺ മൈൻഡ് ആയിട്ടാണ് വരുന്നത്, അല്ല നമ്മളൊന്ന് ചാലഞ്ച് ചെയ്യാനാണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് കിട്ടുള്ളൂ. അത് മതി, ആദ്യം അത് മതി. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രമിസിലേക്കാണ് അവർ വരുന്നത്, അല്ലേ? അല്ലാതെ ഇങ്ങനെ ഇപ്പൊ കയ്യിന്ന് അങ്ങനെ ചെയ്തു കളയാന്നുള്ള രീതിയിലല്ല. ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മളും പ്രിപ്പയർഡ് ആണല്ലോ, നമുക്കറിയാം ഇന്ന പോലെ അത് ചെയ്യണ്ടാവുക. അപ്പൊ അതിലേക്ക് അവരെ കൊണ്ടുവന്നാൽ മതി. അവർക്ക് അതിനെപ്പറ്റി വല്ല ധാരണ ഉണ്ടാവില്ലല്ലോ, എന്താ നടക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ഒരു ധാരണയില്ലല്ലോ. അപ്പൊ നിങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് എന്നാ നീ വായിക്ക്, നോക്കട്ടെ, അങ്ങനെയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റായിക്കില്ല ചില സാഹചര്യങ്ങളിൽ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടലുണ്ട്, അത് നമ്മൾ മുതലെടുക്കും. പക്ഷെ പിന്നെ അതല്ലെങ്കിൽ എൻ്റെ ഷോ
അല്ലേ? അപ്പം അങ്ങനെ ഒരുപാട് പട്ടി ഷോ കാണിക്കാനുള്ള ഇത് വരുന്നവർക്കും കിട്ടില്ല. അതെ, ഞാൻ എന്നെ എല്ലാം കാണിക്കുന്നു അങ്ങനെയല്ല. നമ്മള് നേരത്തെ നിശ്ചയിച്ച, അല്ലെങ്കിൽ നിശ്ചയിച്ച പറഞ്ഞാൽ എല്ലാം നിശ്ചയിക്കുന്നല്ല, ഒരു ഘടന ഉണ്ടാവും. ഇന്ന കാര്യമാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, അതിന്റെ അടുത്തത് ഇന്നതായിരിക്കും, അത് ഇന്ന പോലെയാണ് അതിന്റെ ക്ലൈമാക്സിലോട്ട് പോകുന്നത് ഒരു തോട്ട് ഉണ്ട് ഒരു 2 മണിക്കൂർ ഷോയില്. അത് 5 മിനിറ്റ് ഒരു എഫക്റ്റ് ആയാലും അത് ഉണ്ടാവുമല്ലോ. അല്ല വെറുതെ തോന്നുന്ന പോലെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് പോയി അത് നമുക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. നിങ്ങളിപ്പോ ഇന്ന് പച്ചക്കറി മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ലിസ്റ്റിന്റെ പേരൊക്കെ ഞാൻ തിയേറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവില്ല. അല്ലേ? ഞാൻ എന്തിനറിയണം, ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നുള്ള പോലെ. അപ്പൊ എന്ത് കാര്യമാണ് അപ്പം ഒരാളെ മനസ്സിലാക്കിയിട്ട് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ആവശ്യമില്ല ആർക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രമിസിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു, അല്ലേ? അതെ അതെ. ഇപ്പൊ ഒരു നടൻ വന്നിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കല്ലോ, അതിന് ഡയറക്ടർ ഉണ്ട്, ക്യാമറ, ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവർ ചെയ്യാന്ന് പറയുന്ന പോലെ. അപ്പൊ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റായിട്ടല്ല, നിങ്ങളൊരു ആള് ഒരു പാർട്ടിസിപ്പന്റ് സ്റ്റേജിലേക്ക് വന്ന് നമ്മൾ രണ്ടുപേരും കൂടി ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്നു. അങ്ങനെ ആയിരിക്കും കുറച്ചുകൂടി രസം. അല്ലെങ്കിൽ ഞാനും ഓഡിയൻസും ഒരു ഭാഗത്തായിരിക്കും, ചിലപ്പോൾ ഇദ്ദേഹം അപ്പുറത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഈ ട്രയാങ്കിള് മനോഹരമായിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ആസ് ലോങ് ആസ് അവർ എന്റർടൈൻഡ് ആയിരിക്കുന്നത്രോളം രസമാണ്. നിരൂപണം എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നമായി. അതൊരു അല്ല, അതിൽ ചോദ്യം ചെയ്യലിന്റെയും ഒരു അളക്കുന്നതിന്റെ ജഡ്ജ്മെന്റിന്റെ ഒക്കെ ടോൺ ഉണ്ട്. അതൊന്നും ഷോനില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഇതിലൊരു ത്രെട്ടില്ല, ഒരാളെ പേടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇതൊരു മനോഹരമായ മൂവി പോലെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്റർടൈനിങ് തന്നെയാണല്ലോ. അപ്പൊ പിന്നെ അതിനപ്പുറത്ത് ഒരു ഭീഷണിയോ അല്ലെ ഒന്നുമില്ല. തമാശ പോലത്തെ ചലഞ്ച് ഒക്കെ ഉണ്ടാവും, എന്നാന്ന് നോക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല, പലപ്പോഴും അങ്ങനെ പറ്റൂല. ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ഒരാള് പ്ലാൻ ചെയ്ത് എന്നാ നീ ഒന്ന് എന്നെ വിലയിരുത്തുന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന, അങ്ങനെ ഇപ്പോൾ ഒരാൾ വരികയാണെന്ന് വിചാരിക്കുക. അയാൾക്കറിയാം ആദ്യം മെന്റലിസ്റ്റ് ആണെന്ന് അറിയാം. ഈ ഒരു ഷോയിലേക്ക് വരുമ്പം പ്ലാൻ ചെയ്ത് ഞാൻ പിടികൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ച് അതിന് മുന്നിൽ എവിടെയോ ഞാൻ ഏതൊരു ഷോയിൽ കണ്ടിട്ടുണ്ട്, കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അതിനൊന്നും പിടിതരാതെ നിന്ന് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ അയാളുടെ? അത് പിന്നെ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, കുറച്ചുകൂടി ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. തുടങ്ങുമ്പം എന്നെ ഷോ ഓഫ് കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, മുമ്പിലിരിക്കുന്ന ഒരു സബ്ജക്ട് കുറച്ച് ഡിഫെൻസീവ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, അയാൾക്ക് ഞാൻ ചോദിച്ചാൽ ഇഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളോട് എന്തോ വിരോധമുണ്ടോ, എന്നെ ഇഷ്ടമായിട്ടോ, അല്ലെ? അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല, ഉണ്ട്. അത് കുറച്ചധികം മനസ്സിലാവും എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ കൂട്ടി മനസ്സിലായി. അപ്പം ചിലപ്പോ ഒരാൾ അങ്ങനെ ആക്ട് ചെയ്യുന്നതായിരിക്കും വിചാരിക്കുക. അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ദേഷ്യം, ഒരു കംഫർട്ടബിൾ അല്ലെങ്കിലും പൊളൈറ്റ് ആയിട്ട് കാണിക്കുന്നവരുണ്ട്, അല്ലെ? കോർപ്പറേറ്റ് സിനോറിയയിൽ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്ന മീഡിയയിൽ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. മനസ്സിലായോ? അത് കുറച്ചൊരു എക്സ്ട്രാ നോളജ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ കാരണം പിന്നെ അവരെ ബോഡി പറയുന്നതൊന്നും സംസാരം പറയുന്നതിനും തമ്മിലൊരു പൊരുത്തക്കേടുണ്ടാവും. ഇത് മനസ്സിലാക്കാൻ ഉള്ള താല്പര്യം പഠനത്തോടെ ഉള്ളതുകൊണ്ട് അത് മനസ്സിലാവുമല്ലോ. ഇതിനൊരു സെലക്ഷൻ പ്രോസസ് ഉണ്ട്, അത് ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അടുത്ത ആരാന്നുള്ളത്. അതിനൊരു രീതി ഉണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അറിയില്ലേ? അപ്പൊ അവർക്ക് വരണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പാസ് ചെയ്യാം. അപ്പൊ മിക്കവാറും ഈ പറയുന്ന പോലെ വരാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ആയിരിക്കും കൂടുതൽ സമയം വരുന്നത്. ചാലഞ്ച് ചെയ്യാൻ വരുന്നവരുണ്ട്, അത് ഭയങ്കര രസം. എന്തായാലും എല്ലാരും വന്ന് നമ്മള് അങ്ങനെ ആകുമ്പോഴും ഷോ രസം ഉണ്ടാവില്ല, കുറച്ച് എതിരുള്ളവരും വേണം. There will be one in every crowd. പക്ഷെ അത് അവര് ദ്രോഹികളായതുകൊണ്ടൊന്നല്ല, രസത്തിന്. അപ്പൊ നമ്മൾ അതാണ് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു. അപ്പൊ ഞാൻ പറയുന്നത് ഇതിലെ ട്രിക്കും എഫക്റ്റും അതെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ. അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഓഡിയൻസിന്റെ അടുത്ത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന, നിങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഷോമാൻഷിപ്പ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്, ഒരു രീതി. അത് പിന്നെ അത് ഓരോ പെർഫോമർക്ക് യൂണീക്ക് ആയിരിക്കും. എന്തോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അപ്രോച്ച് വെച്ചിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കാണലില്ല. അതൊരു സ്നേഹത്തിന്റെ ഭാഷ തന്നെയാണ് അവിടെ കൺവേ ചെയ്യുന്നത്. നമ്മളെ അവരൊന്നും ഇൻസൾട്ട് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നും ചെയ്യലും പറയലുമില്ല. അത് എനിക്ക് ആ തിയേറ്റർ അല്ലെങ്കിൽ എനിക്ക് ജെന്യൂനായിട്ട് ഇതിനൊരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിഫ്ലക്റ്റ് ആവുന്നത് അവരുടെ അടുത്തുനിന്ന്. അപ്പൊ തുടക്കത്തിലൊക്കെ കുറച്ച് മസിൽ പിടിക്കുന്ന ആളുകളൊക്കെ കാണുന്നതിനും അവസാനമൊക്കെ നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ അവർക്ക് വിഷമാവുന്ന പോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ജയമല്ലേ?
അതെ അതെ എന്റർടൈനർ എന്നുള്ള രീതിയിൽ ആദ്യം നിങ്ങൾ അവരുടെ ഹാർട്ട് തന്നെയാണ് ക്യാപ്റ്റിവേറ്റ് ചെയ്യേണ്ടത്. പിന്നെയാണ് അപ്പൊ പിന്നെ 1-2 തെറ്റെല്ലാം വന്നാലും അവർ ക്ഷമിക്കും. അപ്പൊ ഇങ്ങനത്തെ ചില ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ആളുകൾ ഞാൻ ശ്രദ്ധിച്ചില്ല, വെസ്റ്റ് ചില പെർഫോമൻസിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇവരെ ഈഗോ ഒക്കെ ടാർണിഷ് അവരെ നശിപ്പിച്ച് കളയും. നിങ്ങളൊന്നുമല്ല, നമ്മള് ഈ വിൻ ലൂസ് വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ അത് ഭയങ്കര സങ്കടമാണ്. അറ്റ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ എന്റർടൈനർ ആണ്. അപ്പൊ എല്ലാവരും എന്റർടൈൻ ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരം. അവിടെ നിങ്ങൾ കുറച്ച് വിട്ടുകൊടുത്താലും അവരെ ഹാപ്പി ആക്കിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി സമ്മതിക്കണം. അപ്പം തഗ്ഗും തട്ടിനുമുട്ടൊക്കെ ഉണ്ടാവും സ്റ്റേജിൽ അങ്ങനെ വരുന്നവരടുത്ത്. പക്ഷെ ആ ചുരുങ്ങിയ സമയം, അത് 5 മിനിറ്റോ 15 മിനിറ്റോ അവർ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഒരാളായിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അവരെ പറഞ്ഞുവിടാൻ പറ്റിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി തരുന്നത് അവരായിരിക്കും. വാക്കുകൊണ്ട് അതപ്പം ആദ്യം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഷോ, അല്ലെങ്കിൽ ആദ്യം വിചാരിച്ചാൽ അവരെ വേണമെങ്കിൽ ആദ്യം തോൽപ്പിക്കുകയും ചെയ്യാം. ചില സമയത്ത് ഒറ്റ അടി വെച്ച് കൊടുക്കാനൊക്കെ തോന്നലുണ്ട്, പക്ഷെ അത് പറ്റില്ലല്ലോ. അപ്പൊ അതെ മനഃപൂർവ്വം വേദനിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു എന്റർടൈൻമെന്റ് അതുകൊണ്ട് അപൂർവം ചിലപ്പോ വല്ലാതെ വെറുപ്പിക്കൽ കണ്ടാലും അത് എങ്ങനെയാണ് ആദ്യം ഈ ഒരു മെന്റലിസം എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്? എന്തായിരുന്നു പ്രചോദനം? അതില് ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനോട് തോന്നിയൊരു ഇഷ്ടമാണ് എനിക്ക്. ഈ മാജിക് റിലേറ്റ് ചെയ്ത എല്ലാം, ചാത്തൻ കഥയായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ തന്നെ ഇഷ്ടമാണ്. ഇഷ്ടം എന്നല്ല പറയേണ്ടത്, അത് മതി, അങ്ങനെ ഇഷ്ടമാണ്. അപ്പം അതിനോടുള്ളൊരു താല്പര്യം ചെറുപ്പത്തിലേ ഉണ്ട്. പിന്നെ ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞ ഫിക്ഷണൽ ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടു. ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു ചെറുപ്പത്തിൽ, ഇപ്പോഴും വായിക്കും എന്നാലും. അപ്പം അതിനോടുള്ള ഒരു ഇഷ്ടത്തിൽ ഇങ്ങനെ ക്രേസ് ആയിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ ആ ഒരു നിഗമനം, ആ ഒരു രീതി, പിന്നെ പെർഫോമൻസിൽ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ, അത് മൈൻഡ് റീഡ് ചെയ്യണം എന്നാണ്. ഷെർലക് ഹോംസ് അങ്ങനെയാണ്, മൈൻഡ് റീഡ് ചെയ്യുന്ന പോലെ തന്നെ തോന്നും ആ ക്യാരക്ടർ. എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് എന്താണെന്ന് പറയുക, അവർ തന്നെ പറഞ്ഞുതരും അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന്. ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞുതരും. അപ്പോൾ ഒരു നാച്ചുറലായിട്ട് നമുക്കൊരു നിരീക്ഷണം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നിഗമന ശാസ്ത്രം എന്ന് പറയുന്ന ഇന്റർപ്രിട്ടേഷൻ, അത് അതിൽ വരും, നമ്മുടെ സ്വഭാവത്തിലും വരാൻ തുടങ്ങും. ആദ്യകാലത്ത് ഇതുകൊണ്ട് കുറേ വേണ്ടത്തരം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ പറ്റി തന്നെ നമുക്ക് വേറൊരു അപ്പം കുറേ കുട്ടിയല്ലേ, 11 വയസ്സെന്ന് പറയുമ്പം ആ സമയത്ത് തുടങ്ങി. അതിന്റെ ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ എന്തായിരുന്നു? അയ്യോ, എക്സ്പെരിമെന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഞാനൊരു പെട്ടെന്ന് മനസ്സിൽ തോന്നാണിത്. അതിൽ ആദ്യത്തെ എനിക്ക് തോന്നുന്നു സ്റ്റഡി ഇൻ പിങ്ക് ലാവൻഡറാന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം ഈ വാട്സൺ കൂടിയുള്ള ആളാണ്. അവർ പുറത്തു പോയിട്ട് വരുമ്പോൾ ഇദ്ദേഹം പറയും, ഈ പറയുന്ന രീതി വെച്ചിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അത് മെന്റലിസ്റ്റ് നമ്മൾ ആ പ്ലോട്ട് ഉപയോഗിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ റിവേഴ്സ് ചിന്തിച്ച് ഇതിന്ന് കിട്ടിയതാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ആലോചിക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല. അപ്പം അദ്ദേഹം ടെലിഗ്രാം അയച്ചു, അങ്ങനെ എന്തോആണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ബാക്കിലോട്ട് പോയിട്ട് പിന്നെ മണ്ണ്, ഷൂവിൻ്റെ അവിടെ ഒരു പറ്റിയതൊരു പ്രത്യേകതരം മണ്ണ്, അത് അന്ന് മഴ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ആണ്, പോസ്റ്റ് ഓഫീസുള്ള ഭാഗത്താണത് ആ മണ്ണുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിങ്ങനെ റിവേഴ്സ്. അത് ഒരു കാര്യം മാത്രമല്ല, കുറേ ഉണ്ട്, ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിങ്ങനെ എനിക്ക് മണ്ണ് നല്ല രസമായിരിക്കും. മണ്ണ് കണ്ടിട്ട് നിങ്ങൾ എവിടെ പോയി എന്നെല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. ഇങ്ങനെ തെരവര നടന്നിട്ടുണ്ട് വീടിൻ്റെ ചുറ്റും. അപ്പൊ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിലെ സിദ്ദിഖിന്റെ ഒരു ക്യാരക്ടർ, ഫോറസ്റ്റ് അല്ലെ, അപ്പൊ അവരിങ്ങനെ മണ്ണിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് എന്തോ പറയും, വള്ളമുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും ഉള്ളത് തന്നെയായിരിക്കും. എന്നിട്ട് കുറെ നേരം തന്നെ പണി ഓരോ ശ്രീകൃഷ്ണ മണ്ണ് നിന്ന് വേണ്ട എന്നൊക്കെ അവിടെ കേട്ടിട്ടുണ്ട്. ഇത് ഫുള്ളെല്ലാം കൂടി കോമഡി ആയത്. നമ്മളെ നാട്ടില് 6ാം ക്ലാസ്സിൽ വെക്കേഷൻ അപ്പൊ അത്ര ആയിട്ടുണ്ടാവും. അതിനു മുമ്പേ അറിയില്ല, ഷെർലക് ഹോംസിനൊന്നും പരിചയമില്ല. അല്ല, പക്ഷെ അത് പിന്നെ നമ്മളെ നാട്ടിൽ ഈ 100 സ്ഥലത്ത് 200 മണ്ണ് നമുക്ക് അങ്ങനെ തല പോയിട്ടില്ല. അപ്പൊ ഏത് സൈക്കോളജിയും ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് ഒക്കെ അവിടെ നടക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചിട്ട, നമ്മൾ എഴുതുമ്പോൾ 10 പ്രാവശ്യം എഴുതുമ്പോൾ 12 ഹാൻഡ് റൈറ്റിംഗ് വരുന്നത് നമുക്കൊന്നും അത് അത്ര പെട്ടെന്ന് ശരിയാവില്ല. അതാവും, അതിന് വേറെ കുറെ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ അതെല്ലാം പിന്നെയല്ലേ അറിയുള്ളൂ നമുക്ക്. ഒരു സൈക്കോളജി, മനഃശാസ്ത്രം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് പ്രാദേശിക തലത്തിൽ അത് പരിണാമപ്പെടുത്തേണ്ടതുണ്ട്.
എന്ന് പറയുമ്പോൾ അങ്ങനെ ലൈഫായി കാര്യം മനസ്സിലായോ? ഓ മനസ്സിലായി അങ്ങനെ രൂപമാറ്റം വരുത്തി ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അപ്പൊ കൺവേർട്ട് പോയിട്ട് നമുക്കതൊന്നും നമ്മള് പിന്നെ കാഞ്ഞങ്ങാടിന് പുറത്ത് കണ്ടിട്ടില്ലാത്ത നമുക്കതൊന്നും അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ റിപ്പീറ്റ് വായനയിലും യാത്രയ്ക്ക് നമ്മളത് നമുക്ക് പറ്റുന്ന രീതിയിൽ അപ്പോഴും നമുക്ക് ഫ്രണ്ട്സ് ഈ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന നമ്മുടെ ഗ്യാങ് അല്ലേ, നമ്മുടെ കൂട്ടുകാരല്ലേ, അപ്പൊ അവരെടുത്ത് ഇതിന്റെ ഇവിടുന്ന് പല സാധനങ്ങളും കിട്ടി ഞാനിങ്ങനെ കൺവേർട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇത് വലിയ സിദ്ധാന്തം തന്നെ, അപ്പോഴത്തേക്കും പാലിക്കുമ്പോൾ മരണ കോമഡി ആയിരിക്കും, ചെറിയ എന്തും കാര്യമായിരിക്കും. പക്ഷെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വരെ എനിക്ക് പിന്നെ ഷെർലു എന്ന് കുറ്റപ്പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ വാട്ട് എവർ അത് എത്ര വലിയ കോമഡി ആണെങ്കിലും മണ്ടത്തരാണെങ്കിലും ഇറ്റ് ഓൾ വർക്ക്ഡ്. ഒരു കോമ്പൗണ്ടിങ് പോലെ നമ്മളത് വിടാതെ. മെന്റലിസം എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റി ആ സമയത്തൊന്നും കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ പിന്നീട് 1-2 പേര് റെഗുലർ പോലെ 1-2 പേരുകൾ ഉണ്ട് എന്നും അവർ ചെയ്യുന്ന വർക്കുകളെ പറ്റിയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അപ്പം മാജിക് ഒരു താല്പര്യത്തിന് തുടങ്ങിയാണെങ്കിലും അത് സാധാരണ മാജിക് ആണോ ആദ്യം പഠിച്ചു തുടങ്ങി? ചെറുപ്പത്തിലേ ഇങ്ങനെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ഒരു ഗുരു അങ്ങനെയല്ല, ഇഷ്ടം കൊണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ ഒരു രീതിയിൽ ക്ലീഷേ രീതിയിലൊന്നും ചെയ്യാനും അങ്ങനെ താല്പര്യം ഉണ്ടായിട്ടില്ല. അല്ല അങ്ങനത്തെ ഒരു പിന്നീട് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ചെയ്യലിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല. അത് വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിരുന്നു ഇഷ്ടം. സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്. ബിഹേവിയർ സൈക്കോളജി ഒരു സബ്ജക്റ്റാണ്, ഇപ്പൊ പഠിക്കുന്ന സബ്ജക്റ്റാണ്. പിന്നെ അത് മാഞ്ചസ്റ്ററിൽ ലണ്ടനിൽ തീർന്നിട്ടില്ല. അത് കോവിഡിന് മുമ്പേ തീരേണ്ട കോഴ്സായിരുന്നു, ഫൈനൽ ഇയർ തീർക്കാൻ പറ്റിയിട്ടില്ല. ഈ സൈക്കോളജിയും മാജിക്കും മെന്റലിസവും തമ്മിൽ കണക്റ്റഡ് ആണോ? കണക്ഷൻ ഉണ്ടോ? സൈക്കോളജി, മാജിക്, മെന്റലിസം മൂന്നും തമ്മിൽ കണക്റ്റഡ് ആണോ? മാജിക് മെന്റലിസം എടുത്തോളൂ, അത് ഒരേ മരത്തിന്റെ 2 ബ്രാഞ്ചാണ്. ഇത് നമ്മളിപ്പം ഉറപ്പിച്ച് ബേസ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി കുറേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും ആൻസർ പറയാൻ. ഒരു മരത്തിന്റെ 2 ബ്രാഞ്ച്. ഒരു മാജിക്കിന്റെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു പിന്നെ ബോർഡിൽ നമ്മളിങ്ങനെ ചിത്രമൊക്കെ വരച്ച് ഒരു പരസ്യത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഡിജിറ്റലായി ഫോട്ടോഷോപ്പ് വന്നു. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെറുതെ പറഞ്ഞത് നമുക്ക് തരുന്ന പോലെ ഇല്ല. അത്രയും ഡിഫറൻസ് ഉണ്ട് വിചാരിച്ചോളൂ മാജിക് മെന്റലിസ്റ്റിലേക്ക്. പക്ഷെ ഇത് മാജിക്കിന്റെ ആശയത്തിനെ കുറച്ചിലാക്കാൻ വേണ്ടി പറയുന്നതേ അല്ല. സ്റ്റണ്ണിങ് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക്, ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തോ സങ്കടം കൊണ്ട് അത് ഇവിടുന്നൊക്കെ പോയ ചില കാര്യങ്ങൾ അവർ പ്രൈസ് ചെയ്യുന്നതാണ് നമുക്ക് ഭയങ്കര പ്രൗഡാണ്. വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവിടുന്ന് ഡെവലപ്പായ ഒരുപാട് പഴയ എഫക്റ്റുകളെ പറ്റിയിട്ട് അങ്ങനെ ചെയ്യുന്ന ചിലവരൊക്കെ തേടി പിടിച്ച് നമ്മൾ അവരുടെ അടുത്ത് ഭയങ്കര പ്രൗഡാണ് അവർക്ക്. ഇതൊക്കെ ഇവിടെ നിന്ന് പോകുന്നതിൽ അവർക്ക് വലിയ സങ്കടം. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവരത് ഡെവലപ്പ് ചെയ്തു, ഡോക്യുമെന്റ് ചെയ്തിട്ട് ഇവിടെ. പക്ഷെ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്ന അധികം കാണുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ കൊച്ചിയിൽ പോലും എത്ര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് അറിയാം. സങ്കടമാണ്. അപ്പൊ എന്തോ അത് ആ ഐഡിയനെ ചെറുതാക്കാൻ പറയുന്നതല്ല, പക്ഷെ അത് ഒരു സമയത്ത് മരിച്ച പോലെയായി. പ്രത്യേകിച്ച് ഒരു സമയത്ത് ഈ വിദേശ ചാനലുകളിലൊക്കെ ഇത് റിവീൽ ചെയ്തിട്ട് മാസ്ക് അപ്പോ ഈ ഇല്യൂഷൻ പോലെയുള്ള ആശയങ്ങളൊക്കെ അവിടെ തീർന്നു. പിന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് സ്റ്റേജിൽ പോകാൻ പറ്റില്ല. അപ്പോ ഒന്നുകിൽ നിങ്ങൾ അതിലും മികച്ച ആശയങ്ങൾ കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യണം. അവർ റിവീൽ ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ മാജിക് ഒരു ഇല്യൂഷൻ വലിയ ടൈപ്പ് ഷോസ്, തിയേറ്റർ സ്റ്റേജ് ഷോസ് ഒക്കെ അതോടെ നിന്ന് പോയി. അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അത് ആളുകൾ തന്നെ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങി. സ്പെൻഡ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാ അതിനടിയിൽ അവരുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കൂവും അല്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് ആളുകളുടെ പ്രതികരണ ശേഷി കൂടിയിട്ടുണ്ട്, സഹിക്കാനുള്ള ക്ഷമ വളരെ കുറഞ്ഞിട്ടുണ്ട്. അവരുടെ എന്റർടൈൻമെന്റ് ഒക്കെ അവരുടെ ഫോണിൽ അവർ കണ്ടുപിടിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ വലിയ ബിൽഡപ്പും സ്മോക്കും എല്ലാം കൊടുത്തിട്ട് നമ്മളൊരു ഷോ ഒരാൾ ചെയ്യുമ്പോൾ അത് അവർ കൂവും, അവർ പറയുന്നത് അങ്ങനെ ഉണ്ടെന്ന് പറയാം അല്ലേ? അപ്പോൾ ചില ആളുകൾ സർവൈവ് ചെയ്തു, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവർ സർവൈവ് ചെയ്തിട്ടുണ്ട്. മെന്റലിസം പാരലലി ഒരു റൂട്ടിൽ ഇങ്ങനെ പോകണ്ടായിരുന്നു. ഞാനല്ല, മെന്റലിസം എന്ന് പറഞ്ഞ ഐഡിയ പോകണ്ടായിരുന്നു. അത് സർവൈവ് ചെയ്തു നല്ല രസത്തിൽ ഇങ്ങനെ. എത്ര നാളുണ്ടാവുന്നൊന്നും അറിയില്ല, പക്ഷെ അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അതിന് കുറച്ചുകൂടി നമ്മൾ പറയും ഒരു ബോക്സിൽ ഒരു ലേഡി ഒരു പുലിയാവും എന്ന് വിചാരിച്ചോളൂ.
അപ്പൊ നിങ്ങൾക്ക് അറിയും അവരത് എന്തായാലും ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകുന്നുണ്ടാവും, ടാക്സി അതെ, അല്ലെ അതെ, അവര് അതെ, വീട്ടിലേക്ക് അതെ, പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അറിയാം. നിങ്ങളത് ഹാം ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുമായിരിക്കും. ഇപ്പൊ ഒരു സർക്കസിന് നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അതെ, അല്ലെ, ഏത് ആർട്ടിനാണ്, പാട്ടിനും ഇതിനൊക്കെ നിങ്ങൾ ഉറക്കാനും അങ്ങനെ പറ്റും. ഞാൻ പറയുന്നത് അതല്ല, എണീറ്റിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഡിസപ്പിയർ ആവാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി വർക്ക് ആവാറില്ല. മാജിക്കിനല്ലാതെ അങ്ങനെ പറ്റില്ല. പക്ഷെ അത് നിങ്ങളെ ഇന്റലക്ച്വലി അധികം ഹാം ചെയ്യൂല കുറച്ച് സമയത്തേക്കല്ലാതെ. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങളെ ഇന്റലക്ച്വൽ അവയർനെസ്സിനെ ചാലഞ്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് എന്നാ പിന്നെ ആ ഒരു പരിപാടി. കാരണം അല്ലെ, എല്ലാവരുടെ ഉള്ളിലും അവരവരുടെ ഒരു ഹീറോ ഉണ്ട്. കൂടെയുള്ളവരോടെങ്കിലും എനിക്കിത് മനസ്സിലായില്ല എന്ന് അംഗീകരിക്കാൻ കുറച്ചൊരു ഇത് സ്വപ്നം കാണാൻ അങ്ങനെയല്ലല്ലോ കാര്യം പിടികിട്ടുന്നുണ്ടോ. ഒരു സൂപ്പർ എബിലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ മെന്റലിസം. ഈ രണ്ട് വ്യത്യാസം മെന്റലിസ്റ്റിന് കാണുന്നുണ്ട്. അപ്പൊ അത് വളരെ ഉള്ളിടത്തോളം അത് വളരെ മനോഹരമായിട്ടൊരു തിയേറ്ററിക്കൽ ഫേസിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ സൈക്കോളജി ഞാൻ പറയാൻ മറന്നു. സോ മാജിക് മെന്റലിസം കിട്ടിയല്ലോ, സെയിം തന്നെയാണ്. മെന്റലിസത്തിന് മനസ്സ് വായിക്കാൻ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മനസ്സിലാകുന്നില്ലേ പറയുമ്പോൾ, അങ്ങനെ പറ്റും എന്നാണ് നമ്മൾ തോന്നിക്കുന്നത്. അങ്ങനെ പറ്റുള്ളൂ, ശരിക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. സൈക്കോളജിയിൽ ഇതൊക്കെ ഫേക്ക് കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ഇതിപ്പോ കുറച്ച് കൂടുതൽ നന്നായി പോയി തോന്നുന്നു, അതുകൊണ്ട് ഈ അടുത്ത് നിൽക്കുന്നൊക്കെ മാറി അത് തന്നെയെന്ന് പറയും. അതാണല്ലോ നിങ്ങളിപ്പോ ചെയ്തില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താൽ തന്നെ അല്ലേ എന്ന് പറയും. അത് കുറച്ച് അതിനോട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിലും ഇതിന് അതിന്റെ മേമ്പൊടിയാ ഉള്ളത് എല്ലാത്തിനും. കിട്ടിയോ? മനസ്സിലായി. ഡെസേർട്ട് പറയുമ്പോൾ ഷുഗർ ഉണ്ട്, അതാണ് അതിന്റെ. നിങ്ങൾ ഷുഗർ ഉപയോഗിച്ചില്ലയോ ഇനി വേറെ എന്തെങ്കിലും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഷുഗർ ആണ് അതിന്റെ ആത്യന്തികമായ അവസ്ഥ. അപ്പൊ മേമ്പൊടി അതാണ്. പക്ഷേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മനഃശാസ്ത്രത്തിന്റെ തന്നെ കുറെ സബ്ജക്റ്റുകൾ. ഇപ്പൊ ഞാനൊരു ശാസ്ത്രം ഏതൊക്കെ ഇതിലേക്ക് നമ്മളൊരു പറയില്ലേ, കലയും ശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന ശാസ്ത്രത്തിന് മേമ്പൊടി പോരാ. ശാസ്ത്രം എന്ന് പറയുന്നത് നിയതമായ ഒരു ഘടനയുള്ള, എല്ലാ പ്രാവശ്യം റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ അത് വർക്കാവുന്ന, സെയിം റിസൾട്ട് കിട്ടുന്ന അല്ലേ, പ്രൂവൺ ആയിട്ടുള്ള. ഇപ്പം ന്യൂമോണിക്സ് എന്ന് പറയുന്ന നമ്മളൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, മെമ്മറി, അതിന്റെ ഒരുപാട് സബ്ജക്റ്റുകൾ അത് എഫക്റ്റ് ആയിട്ട് തന്നെ നമ്മളിതിൽ ഉപയോഗിക്കലുണ്ട്. അതൊരു സബ്ജക്റ്റാണ്, അതില്ലെങ്കിലും മെന്റലിസം നടന്നോളൂ. പക്ഷെ അത് ഒരു എക്സ്ട്രാ നോളജാണ്, അതൊരു വലിയൊരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം. അതിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിദഗ്ധമായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഷോയിലും അത് ഇൻസോംനിയയിൽ പോലും അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. വേറെ പല പല എഫക്റ്റുകളും. ഇപ്പോൾ പ്രോഗ്രസീവ് എനഗ്രാം പോലെ, ഇപ്പോൾ ഹിപ്നോസിസ്, ചിലത് സ്യൂഡോ എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. സ്യൂഡോ ആയാലും എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടോ, നമുക്കത് മതി, അത് വർക്ക് ചെയ്യാൻ. മനസ്സിലായോ? ഹിപ്നോസിസ് ഇപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് ക്ലിനിക്കൽ തെറാപ്പിയിൽ മെന്റലിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് മനസ്സിലായി. അങ്ങനെ വിചാരിക്കാം. അങ്ങനെ വീണ് കിട്ടുന്ന ചില പഴങ്ങളും. ഓക്കെ, അപ്പം അത് അങ്ങനെ ഇത് ഈ ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മാത്തമാറ്റിക്സ് ഇത് നമ്മളിതിൽ ഉപയോഗിക്കുന്നു. അത് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ അങ്ങനെ കുറെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത, അങ്ങനെയല്ല ടേം പറഞ്ഞിട്ട് ഇങ്ങനെ കബളിപ്പിക്കേണ്ട ഒരു ഉദ്ദേശമില്ല. പ്രാക്ടിക്കലായി നടപടിയാവുന്ന കാര്യം പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് കുറെ കൂടി ആധികാരികതയും സബ്ജക്റ്റിന് ഒരു ട്രിക്സ് മാത്രമല്ലാത്ത ഒരു. അപ്പൊ അതിൻ്റെ ഒക്കെ കൂടെ അതിന്റെ ഈ പറയുന്ന മെമ്പടി ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇപ്പം ബോഡി ലാംഗ്വേജ് കൊണ്ടോ എക്സ്പ്രഷൻ കൊണ്ടോ എനിക്ക് മനസ്സിലായ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ ഡെഫിനറ്റ് കൂടെ ആഡ് ചെയ്ത് പറയുമ്പോൾ അത് വളരെ വിചിത്രമായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, അതിന് ആധികാരികതയും കൂടും. ഓ, ഇതുകൊണ്ടാണല്ലേ. പക്ഷെ അങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് പറയാം നിങ്ങളെടുത്ത്. ഈ നോളജിന്റെ ബലം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അത് കുറെയൊക്കെ ചെയ്യാം. കാരണം സബ്ജക്റ്റ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന കുറച്ച് ഡിസെപ്റ്റീവ്, എന്താ പറയാ, കുറച്ച് അനുവാദങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലേ. അത് ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ എത്തിക്സ് എന്റെ ഇത് ഭേദിക്കാതെ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആർട്ട് എന്നുള്ള രീതി. സൈക്കോളജി അറിയില്ല, അല്ലെങ്കിൽ മാജിക്കും ഒന്നിനെ പറ്റിയും മനസ്സിലാക്കിയിട്ടില്ല, എന്നിട്ടും മാജിക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും പറ്റില്ലല്ലോ. മാജിക് അല്ല ഇതിന്റെ ബേസ്. മാജിക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനേ പറ്റില്ലല്ലോ. പറ്റില്ല.
കാരണം അല്ല പറഞ്ഞല്ലോ മാജിക് എന്ന് പറയുന്നത് വേറൊരു തലല്ലേ, വേറൊരു രീതിയല്ലേ. മാജിക്കിലൊരു തരം എന്താ പറയാ, ശരിക്കും ആളുകളെ കബളിപ്പിക്കല്ലേ, അങ്ങനെയല്ലല്ലോ ഇതിനകത്ത്. മാജിക് എനിക്ക് കബളിപ്പിക്കല്ലേ ശരിക്കും. ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് ഈ ആളുകളെ അല്ലല്ല, ആളുകളുടെ കണ്ണിനെ കബളിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് മാജിക്കിനെ തോന്നിയിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കുന്നത്? നമ്മൾ നിങ്ങളെ കബളിപ്പിക്കാൻ മനോഹരമായി ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, അപ്പൊ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള ലയേഴ്സ് ആണ് മജീഷ്യൻസ്. സത്യസന്ധമായ കബളിപ്പിക്കൽ എത്ര മനോഹരമായ ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നു അറിയാനാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്. അതെ, അതെങ്ങനെയാണെന്ന് അറിയാനാണ് പൈസ. അങ്ങനെ അതിന് കല എന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പക്ഷെ മെന്റലിസത്തിൽ പക്ഷെ അങ്ങനെയല്ലല്ലോ അല്ലേ, അതായത് ഒരാളുടെ ഇപ്പം ഞാൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കല്ലേ ചെയ്യുന്നത്. അതല്ലല്ലോ മാജിക്കിൽ വരുന്നത്. എന്താണെന്നറിയോ, നല്ല രസമുണ്ട് ചോദ്യം. അതായത് ഇതിന് കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് ഒരു ആൻസർ പറയേണ്ടി. ഇപ്പം മാജിക്കിൽ മെന്റൽ മാജിക് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. ഇതിൽ സബ്ജക്റ്റിന് ഉള്ളിലുള്ളവർ തന്നെ ഇതിനെ പറ്റിയിട്ട് ഇപ്പം ചെറിയ ചർച്ചകളും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതായത് പലരും ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം, എങ്ങനെ വേർതിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ആശയപരമായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല പലർക്കും. അപ്പോൾ നമ്മൾ കുറേ അധികം പേര് വാദിക്കുന്നത് മെന്റൽ മാജിക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതിന്ന് മെന്റലിസ്റ്റിലേക്ക് വലിയ ദൂരം ഉണ്ടെന്നാണ് ആളുകൾ ആദ്യം ഇനിഷ്യലി പറയുന്നത്. ഇത് എന്തിനാണ് ഇത് രണ്ടും വേറെ വേറെ പറയുന്നത്? അതായത് ഒരു സൈക്കോളജി അറിഞ്ഞില്ലെങ്കിലും ഒന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങൾക്കൊരു കാർഡ് കൊണ്ടൊരു സംഭവം ചെയ്യുന്നത് അതിന് മനഃശാസ്ത്രം എന്ന് പറയേണ്ട, അത് അവർ തോന്നിപ്പിക്കുന്നതാണ്. അതിന് ട്രിക്ക് തന്നെ മതി, സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ഒക്കെ മതി. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്ന കാർഡ് ഇതാണെന്നൊക്കെ അതിനൊക്കെ ട്രിക്ക് ഉണ്ട്. അതിന് സൈക്കോളജി ഒന്നും പഠിക്കണ്ട, മൈൻഡ് റീഡിങ് ഒന്നും പഠിക്കണ്ട. മൈൻഡ് റീഡിങ് അല്ല, അത് ടേമാണ്, ഒന്നും പഠിക്കണ്ട. മെന്റൽ മാജിക്. പക്ഷെ ഒറിജിനൽ മെന്റലിസ്റ്റിലേക്കുള്ള ഇതിന്റെ ദൂരം ഇതുപോലുള്ള കുറേ സബ്ജക്റ്റുകൾ ആഡ് ചെയ്ത് നമ്മളൊരു റോഡ് കുറച്ചുകൂടി ക്ലാരിറ്റി, അതായത് കുറച്ചുകൂടി മെജസ്റ്റിക് ആക്കുക എന്ന് പറയുന്നത്, എലഗന്റ് ആൻഡ് മെജസ്റ്റിക് ആക്കുക. അതൊരു ആധികാരികതയുള്ള ഒരു റോഡാണിത്, ആ വഴി നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ കുറച്ച് പേര് പറയുകയാണ്. അതിന് ജെന്യുവൻ എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന എഫക്റ്റുകളൊക്കെ ഇന്ന സബ്ജക്റ്റുകളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പാടുന്ന ഒരു നിയമമില്ല. നിങ്ങൾ പൂന്തോട്ട പരിപാലനത്തിനെ പറ്റിയിട്ട് പഠിച്ചോളൂ, അതിന്റെ സമഗ്രവും സുദീർഘമായ നോളജ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, യു വെൽക്കം, ദാറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മൾ തന്നെ അങ്ങനെ ഒരു ഫ്ലവർ റിലേറ്റ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഗ്രസീവ് എനഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ടൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. അതിനിപ്പോൾ നേരത്തെ നോക്കുക, അങ്ങനെ ഇപ്പോൾ വലിയ വലിയ ചാർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ന്യൂമോണിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. മെമ്മറി അനഗ്രാം എന്ന് പറയുന്നതിന് നമ്മുടെ അശ്വമേധമൊക്കെ കളിക്കൂലേ, അതുപോലെ നമുക്ക് ഒരു ചോദ്യങ്ങളെന്നോ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നമുക്ക് ഇത് കോയിൻ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ, ചിലപ്പോൾ നിങ്ങൾ ഉത്തരവില്ലാതെ തന്നെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മെമ്മറിയെ പറ്റിയിട്ടുള്ള ഒരു നോളജ് നന്നായിട്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നില്ലെങ്കിൽ പോലും ഞാൻ പൂക്കളെ പറ്റിയിട്ടുള്ള ഒരു അനത്തിന്റെ മനസ്സിലൊരു ചാർട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം പ്രകടമായി ചെയ്യുന്ന വെച്ചാൽ ജസ് പ്രദീപൊക്കെ അദ്ദേഹം ചെയ്ത പോലെ കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് ഇത് ഒരു 3, 4, 5 ചോദ്യങ്ങളിൽ നിന്ന് ഇതിനെ കോൺ ചെയ്ത് നമുക്ക് നിങ്ങൾ വിചാരിച്ചതിലേക്ക് നമ്മൾ എത്തി. ഇനി ഞാൻ എക്സ്പ്രഷനിൽ നല്ല ധാരണയുള്ള ബോഡി ലാംഗ്വേജ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെന്ന് വിചാരിച്ചോളൂ, എനിക്ക് ആ റൂട്ട് കട്ട് ചെയ്യാം. ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഉത്തരം പറയണ്ട, അങ്ങനെ ഞാൻ കോൺ ചെയ്ത് ഇതാണ് ടക് 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി അടുത്ത് ഉത്തരം തരുന്നു. ഇമാജിൻ ദാറ്റ്. സോ ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചീട്ടെന്തെങ്കിലും വെച്ചിട്ട് എനിക്ക് ട്രിക്ക് ആക്കിയിട്ട് അത് കണ്ടുപിടിക്കുന്ന പോലെ കാണിക്കാം. ഐഡിയ കിട്ടുന്നുണ്ടോ? പക്ഷേ ഇത് എത്രത്തോളം ബിലീവബിൾ ആക്കാൻ ഇനി ഇപ്പം സോഫാർ നമ്മൾ നിൽക്കുന്നത്, ഞാൻ ചോദ്യം ചോദിക്കുന്ന നിങ്ങൾ ഉത്തരമൊന്നും പറയുന്നില്ല, നിങ്ങളൊരു വിചാരിക്കണ്ടല്ലോ ഞാൻ ഇങ്ങനെ വന്ന് ഓക്കെ ജാസ്മിൻ ഞാനിത് പറയുന്നതിനപ്പുറത്ത് അപ്പം അടുത്ത സ്റ്റേജിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് ആലോചിക്കാം. അപ്പൊ അതിനുള്ള തോട്ടാണ് ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഐ ജെന്യുവൻലി ഞാനിത് വളരെ സത്യസന്ധമായിട്ടാണ് ഇപ്പം ഈ പറയുന്നത്. കാരണം വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതാണോ അങ്ങനെ ഒന്നും തോന്നി. ഞാൻ ഇപ്പം ഈ പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ശരിക്കും ജെന്യുവൻലി ഈ സബ്ജക്റ്റിലോട്ട് വരുന്ന ആളുകൾക്ക് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ജനങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇതിന് യാത്ര കുറച്ച് പേർക്ക് ഇഷ്ടമുള്ള ഒരു നീഷാണ് ഇത്. മ്യൂസിക് പോലെ ഡാൻസ് പോലെ എല്ലാവർക്കും എത്തിപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ല. ഇതിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളില്ലേ, അവരോട് നമ്മൾ സത്യസന്ധരായിട്ട് ഇരിക്കണം എന്ന് തോന്നുന്നു. ആവശ്യത്തിന് കബളിപ്പിക്കൽ ഒരു സ്റ്റേജിലുണ്ടല്ലോ, അപ്പൊ പുറത്തത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പം
അവർക്ക് ഇതിനെപ്പറ്റി ധാരണയുണ്ട്. പെർഫോം ചെയ്യുന്നവർക്ക് ആ ഒരു ഡിഫറൻസ് ഇപ്പോഴും പലപ്പോഴും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്താണ് മെന്റലിസ്റ്റിലേക്ക്, എന്തിനാണ് ഇത്രയും എഫേർട്ട് ഇടേണ്ട കാര്യം, അതിന് ശരിക്കും സൈക്കോളജി പഠിക്കണോ? യു ലേൺ എവറിത്തിങ് യു ക്യാൻ. ലൈക്ക് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ സ്കില്ലായിട്ടുള്ള എന്തും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിനൊരു ഒരു 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 റൂട്ട് നിങ്ങളൊരു ഡിസ്റ്റിങ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മനോഹരമായിട്ട് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പറഞ്ഞ ഉത്തരം ഞാൻ ഇതുവരെ ആലോചിച്ചതല്ല. ഇപ്പൊ നിങ്ങൾ പിന്നെയും അതിന് 2-3 രീതികളിൽ ചോദിച്ചുകൊണ്ട് മാത്രം എനിക്ക് ഇപ്പം വന്നൊരു ഉത്തരം. നാളെ ഒരു പുസ്തകം ഞാൻ ഇതിനെപ്പറ്റി എഴുതുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുമായിരിക്കും. കാരണം പറഞ്ഞ ഉത്തരം എനിക്ക് ഇഷ്ടമായി. ശാസ്ത്രത്തിന്റെയും കലയുടെയും ഒരു സമന്വയം ഇതിലുണ്ട് എന്ന് പറയണ്ടല്ലോ മെന്റലിസത്തില്. അതെങ്ങനെയാണ്? നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. പല കാര്യത്തിനും ഈ ശാസ്ത്രം എന്നുള്ളത് ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള പരിപാടിയാണ്. അത് പിന്നെ ഇപ്പം ഗൗളി ശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം ഒക്കെയാണ്. ആസ്ട്രോണമി ആണെങ്കിൽ ജ്യോതിഷം വരുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ട് പറയും എല്ലാത്തിനും ശാസ്ത്രം വെച്ചിട്ട് വാസ്തുശാസ്ത്രം. അപ്പൊ അങ്ങനെയൊന്നുമില്ല. അത് ഈ പണ്ട് ശാസിക്കുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ശാസിക്കുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ആ അർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ. പിന്നെ പക്ഷിശാസ്ത്രവും മറ്റേ കുറേ ഉണ്ട്. ഇതൊന്നും സയന്റിഫിക് ടെമ്പറുള്ള ശാസ്ത്രമല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ശാസ്ത്രം എന്ന് പറയുമ്പം പിന്നെ ആരോ പറഞ്ഞു എന്ന് വെച്ചിട്ട് ശാസ്ത്രം എന്ന് അംഗീകരിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താ ആദ്യം ഇങ്ങനെ ബിൽഡപ്പ് പറയുന്നത് വെച്ചാൽ ഞാൻ ശാസ്ത്രവും ഇടപഴകിയിട്ടാണ് ഇത് ചെയ്യുന്നത് പറയുമ്പോൾ ഐ റിയലി മീൻ ദ സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ. അതിപ്പം മാത്തമാറ്റിക്സ് ആധികാരികതയുള്ളൊരു വിഷയമാണ്. മെമ്മറി ന്യൂമോണിക്സ് എന്ന് ഞാൻ പറഞ്ഞു, അത് ആധികാരികതയുള്ള ഒരു വിഷയമാണ്. ഇതുപോലെ മാജിക് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് വാദിക്കാൻ കുറെ പേര് നടക്കുന്നുണ്ട്. നോട്ട് അറ്റ് ഓൾ ട്രൂ. ഇത് ആർട്ട് മാത്രം. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ മാജിക്കിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള മെന്റലിസം ആർട്ട് ഫോം തന്നെയാണ്. പക്ഷെ പല ശാസ്ത്ര വിഷയങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് ഞാനിപ്പോ പറഞ്ഞത് അതാണ്. ആ വിഷയം കുറച്ചുകൂടി മനോഹരാക്കാനും മെച്ചപ്പെട്ടതാക്കാനും കുറച്ചുകൂടി സോളിഡ് ആക്കാം എന്നുള്ള ആ ചിന്തയിലാണ് ഞാനത് കലയും ശാസ്ത്രവും തമ്മിലുള്ള ഒരു സമന്വയം എന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പറയുമ്പോ നമുക്ക് NLP പോലെ ഇപ്പൊ ഹിപ്നോസിസ് പോലെ പലതും ശാസ്ത്രം എന്ന് പറയാൻ അംഗീകരിച്ചിട്ടില്ല. പറയുമ്പോൾ സ്യൂഡോ സയൻസ് എന്നാണ് അവർ പറയുന്നത് പല സബ്ജക്റ്റുകളിൽ. അങ്ങനത്തതും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ ഇറ്റ്സ് എ ജെന്യുവൻ അറ്റംപ്റ്റ്. ഇതുപോലുള്ള ശാസ്ത്ര സംഭാവനകളും എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനോട് സമന്വയിപ്പിച്ചിട്ട് ഇതിനൊരു സോളിഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു അസ്തിത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ സയൻസും കൂടെ സമന്വയിപ്പിക്കുന്നത് ഒരു ആളുകൾക്ക് വിശ്വാസ്യത കൂട്ടാനാണോ, അല്ലെങ്കിൽ മെന്റലിസത്തിന് കുറച്ചുകൂടെ ഒരു ആധികാരികത ഉണ്ടെന്ന്? ഇത് സയൻസ് ഉപയോഗിച്ചാൽ കൂടുതൽ വിശ്വസിക്കുന്ന പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന് ഓൾറെഡി ഒരു മേമ്പടി ഉണ്ട്. പക്ഷെ ആ മേമ്പടിയിൽ മാത്രമായിട്ട് ഇങ്ങനെ കിടന്ന പിന്നെ അവിടെ ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കണ്ട. സോളിഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് ഉണ്ടായാലും നല്ലതെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ ഞാൻ പറയാണ് ഒക്കൽ സയൻസിൽ ഒരു തിയറി അത് ഉണ്ട്, എനിക്ക് അതിൽ വിശ്വാസമില്ല. ഞാനൊരു മെറ്റഫോറിന് പറയാണ്. അത് ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് അങ്ങനെ അവരുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു പേടി ഉണ്ടാവും. ആ പേടി സബ്ജക്റ്റിന് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ പോകുന്നതായിരിക്കാം. അതൊരു മരണമണ്ഡലത്തിലായിരിക്കും ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം. അല്ലെങ്കിൽ കാരണം ആ സബ്ജക്റ്റ് ഇല്ലാന്ന് എനിക്കറിയാം. അതിനു പകരം ആ സമയം ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന ഉറപ്പുള്ള ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളിലോ മനസ്സിലാവുന്നു അങ്ങനെ, അല്ലെങ്കിൽ സയൻസ് കൊണ്ട് ആൻസർ പറയാൻ. കാരണം ഇനി എന്തിനെങ്കിലും നമ്മൾ പഠിക്കാൻ സമയം കളയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പം മാജിക്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ എഫക്റ്റുകളിലൊക്കെ ഒരുപാട് സമയം നമുക്ക് ഇരിക്കേണ്ടി വരും. മാസങ്ങളും ദിവസങ്ങളും ഇരിക്കേണ്ടി വരും. അത് ഒരു സൈഡിലുണ്ട്. അല്ലാതെ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് റാദർ സ്പെൻഡ് ദാറ്റ് ടൈം ടു ലേൺ എ സോളിഡ് തിങ്. അപ്പം അത് സയൻസ് കൊണ്ട് ആൻസർ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ജ്യോതിഷത്തിന് ഈ മെന്റലിസം പഠിക്കുന്നത് ഉപകരിക്കോ, അല്ലെങ്കിൽ മെന്റലിസത്തിന് ജ്യോതിഷം പഠിക്കുന്നത് ഉപകരിക്കോ? 1% പോലും സത്യമല്ലാത്ത സബ്ജക്റ്റാണ് ജ്യോതിഷം. ഞാൻ ആസ്ട്രോണമിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജ്യോതിശാസ്ത്രം അതൊരു വളരെ പിന്നെ ജീനിയസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനോടെ സംഭവിക്കുന്നത് അത് ഉള്ളതാണ് ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമി. അപ്പൊ അതിന്റെ ഒരു പാരഡി വേർഷനാണ്
ആസ്ട്രോളജി എന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ മേന്മയൊന്നും കാണിക്കാൻ പറ്റും ഒന്നും ഇല്ലതില്ല. അതിന് 500 വർഷത്തെ പാരമ്പര്യമുള്ളൂ. അത് നമ്മുടെ ഇറാഖ്, ബാബിലോണിയ അവിടെ നിന്ന് ഉണ്ടായി, പിന്നെ ഗ്രീക്കിലേക്ക് എത്തി. അവരുടെ വേർഷനാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുവരുമ്പോൾ പിന്നെ എന്തും പുരാണത്തോട് ചേർത്താലാണ് അതിനെ സെല് ചെയ്യാൻ പറ്റുക എന്നുള്ളതുണ്ട്. അപ്പോൾ ആദ്യം വിശ്വാസത്തിനെ ചോദ്യം ചെയ്തതെന്ന് പറയുന്ന ഒരു ടാഗോട് കൂടിയിട്ടാണ് അത് വരുന്നത്. എൻ്റെ ചേട്ടൻ പഠിത്തമൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം ഇത് പഠിച്ചതാണ്, ജ്യോതിഷം പഠിച്ചത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് പഠിച്ചത്. ആൻഡ് ഹി വാസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്, ലൈക്ക് ആസ് എ സ്റ്റുഡൻറ്റ്. കുറച്ച് വർഷം മുമ്പ് ഏട്ടൻ അബുദാബിയിൽ ഉണ്ടായിരുന്ന ജോലി നിർത്തിയിട്ട് നാട്ടിലേക്ക് വന്നു. സ്വന്തമായിട്ട് എനിക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയിൽ കുറച്ച് നാളിന് ശേഷം ഞാൻ ഏട്ടനെ കാണുന്ന ഒരു ദിവസം ഏട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെന്റിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാരണമാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ഇതിനെതിരെ സംസാരിക്കല്ലേ. അപ്പോൾ ആള് അത് ഒരു തൊഴിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കതൊരു കുറച്ചിലല്ലേ, അങ്ങനെ എന്തോ വിചാരിച്ചിട്ടാണ് ആളത് ചെയ്യാതിരിക്കുന്നത് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഹേർട്ടായിപ്പോയി, സങ്കടമായി. ഹേർട്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ സങ്കടമല്ല, ഒരു ഹി മേഡ് എ സാക്രിഫൈസ്, ലൈക്ക് നമ്മുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം എനിക്കിത് മിണ്ടാതിരിക്കുന്നതാണ് എനിക്ക് ശരിക്കും സൗകര്യം. പക്ഷെ നമുക്ക് അറിയാവുന്ന ഉറപ്പുള്ളൊരു കാര്യം പറയണ്ടേ. കാരണം ഇത് വിശ്വസിച്ചിട്ട് അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലാത്ത അങ്ങനത്തെ അവരെ പറ്റിയിട്ട് അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ പോയി പൈസ കളയട്ടെ, അവരുടെ പെയിൻ വിറ്റിട്ട് വേറെ ആൾക്കാർ കാശുണ്ടായിക്കോട്ടെ, അത് അവരുടെ സൗകര്യമാണ്, അതൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇതിന്റെ പേര് ദുരിതം കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. ചൊവ്വാദോഷം എന്നെല്ലാം പറഞ്ഞിട്ട് കല്യാണം കഴിയാതിരിക്കുക. ഒരു ആലോചിച്ച് നോക്കോ, എവിടെയോ കിടക്കുന്ന സ്റ്റാർ അവിടുന്ന് ഒരു എനർജി ഇവിടെ വന്ന് 20,000 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ അതുണ്ടാക്കിയ പ്രഭയാണ് നിങ്ങളുടെ കല്യാണം മുടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്ര ദ്രോഹമാണ്. സാപ്പിയൻസ് എന്ന് പറയുന്ന പോലത്തെ പുസ്തകങ്ങൾ വായിച്ചു നോക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ആദ്യം തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ ഓരോ പരിണാമഘട്ടം, ഓരോ സംഭവം, ഇവിടെ തുണി കണ്ടുപിടിച്ചിട്ട് വർഷങ്ങൾ കുറച്ചായിട്ടില്ലോ അല്ലെ, മീൻസ് കുറച്ച് അല്ലേ. അപ്പം അതിന് മുമ്പേ മനുഷ്യരുണ്ടായിരുന്നു. ലിപി ഉണ്ടായ സമയത്താണ്. ആദ്യത്തെ ലിപിയിൽ ഇവർ എന്താണ് പറയാൻ നോക്കിയത്, അത് സ്വർഗത്തിന് ഫാക്സ് വന്ന കഥയൊന്നുമല്ല. അപ്പൊ ഇതിന് ശേഷം ഇതൊക്കെ എങ്ങനെ ഉരുത്തിരിയുന്നത്, മതം എന്തിനാണ് ഉണ്ടായത്, ജാതി എന്തിനാണ് ഉണ്ടായത്, വേദപുസ്തകങ്ങൾ എന്തിനാണ് ഉണ്ടായത്, വിശ്വാസം എങ്ങനെയാണ് ഉണ്ടായത്, അത് ഏത് രീതിയിലാണ് ഇവർക്ക് ആദ്യം ഹെൽപ്പായിരുന്നത്, ഇതേ ആശയം ഇവരെ എങ്ങനെയാണ് കൈവിട്ടു പോയത്, ഇതൊക്കെ നമുക്ക് പഠിക്കാമെന്നേ. അപ്പൊ ഈ ഇത്രയും ബില്യൺ ഇയേഴ്സ് ഇതൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വർഷം എത്ര വർഷമായി എന്നാണ് പറയുന്നത് സാപ്പിയൻസ് ഉണ്ടായിട്ട്, ഈ വർഷങ്ങൾ അത്രയും പിന്നെ ഇതൊന്നും ഇല്ലാതെ ഒരു വളരെ മനോഹരമായിട്ട് ജീവിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വർഷം പിറകിലോട്ട് പോയിട്ട് ഒരു 10-500 വർഷത്തെ കണക്കും കൊണ്ട് ഇവിടെ ഇങ്ങനത്തെ വലിയ ആശയങ്ങളും തീവ്രവാദമൊക്കെ ഉണ്ടാക്കുന്ന സൗകര്യമില്ല എന്നാണ് വിശ്വസിക്കാൻ. അതിന് നമുക്ക് നമ്മുടെ ലോജിക്ക് മാത്രം മതി. അല്ല നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വിഴുങ്ങിയേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ വെൽക്കം ടു ഇറ്റ്. ഞാൻ ഐ വോണ്ട് ബൈ ഇറ്റ്. ഇല്ല, അതിനേക്കാളും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി ഉറപ്പ് വരുന്നത് എന്തെന്നറിയോ, ഇവര് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന 10-30 സബ്ജക്റ്റുകൾ ഒന്ന് മാത്രം. അപ്പൊ അതിനെപ്പറ്റി കൃത്യധാരണയുള്ളത് കൊണ്ടാണ് ഇതെങ്ങനെയാണ് ഇവർ കൺവിൻസ്, ഇതെങ്ങനെ ഇവർ സെല് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവർ പിടിക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ. നിങ്ങൾ ഒന്ന് നമ്മുടെ ഷോന് വന്ന് നോക്കും, എന്നിട്ട് നിങ്ങൾ ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നോക്കും. നമ്മൾ ഒരുപാട് പേരെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പോലും, അവരുടെ മനസ്സൊക്കെ നമ്മൾ പിടിച്ചേട്ടുന്നത് പോലെയും അതിൻ്റെ ഉള്ളിൽ എല്ലാ തീവ്രമായ ആഴങ്ങളിൽ പോയിട്ടെല്ലാം പിടിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് തോന്നിപ്പിക്കാൻ അറിയുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. പക്ഷെ ഒരു കയ്യിലിടുന്ന കല്ലും അപ്പം ആരും ഇതിനെ തഗ്ഗിയുണ്ട്, ഇതൊന്നുമല്ല. അപ്പം അതും പിന്നെ മുകളിലുള്ള നക്ഷത്രവും ഒക്കെയാണ് നിങ്ങളുടെ ഭാവിയും ഭൂതവും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരായിട്ടുള്ള കാര്യമില്ല. അങ്ങനെ അതൊരു എന്തൊരു എസ്കേപ്പിസം ആണത്. ഇങ്ങനെ എടുത്തോളൂ, അതായത് വിധി എന്ന് പറയുന്നതിനെ മാറ്റാൻ പറ്റില്ല എന്നാണ് ഇവർ ആദ്യം പറയുന്നത് പുസ്തകങ്ങളിലൊക്കെ. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല, അത് ഉള്ളതാണ്. അതിനി ആര് വിചാരിച്ചാലും, ഉണ്ടാക്കിയ ആള് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. ആണേ, അങ്ങനെയാണ് പറയുന്നത്. അവിടുന്നാണ് ബേസ്. അപ്പൊ നിങ്ങൾ എന്താണ് ശ്രമിക്കുന്നത്? ഈ പരിഹാര കർമ്മം, പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പറ്റില്ലല്ലോ. അപ്പൊ അത് പറ്റുന്ന പറയുന്നവൻ കള്ളനല്ലേ. ഞാൻ ഈ പൂജ ചെയ്ത് നിങ്ങളുടെ തിരിച്ചു കളയാം, അപ്പോൾ വേറെ എനർജി മാറിപ്പോവും, തട്ടി. അപ്പൊ വിധിനെ മാറ്റാം എന്നാണ് അയാൾ പറയുന്നത്. അല്ല, കുറെ പൊട്ടന്മാര് നാട്ടിലുണ്ടാകുമ്പോ അതൊരു ബിസിനസ് ആക്കുന്നതിൽ തെറ്റില്ലാന്ന് തോന്നുന്നു. അതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. എക്സാക്ട്ലി.
അവർക്കും ജീവിക്കണ്ടേ. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 5 lakhs എബോലൊക്കെ അവരുടെ റേറ്റ് മാറ്റണം, കൂട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും പിന്നെ കഴപ്പെന്നൊക്കെയാണ് വാക്ക്. ഉള്ളവര് പോയി ചാടിക്കൊടുക്കണം, അപ്പൊ നല്ല രസമായിരിക്കും. ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ച എത്ര മനോഹരമായിട്ടുള്ള സിനിമകൾ ഉണ്ടെന്ന് അറിയാം മലയാളത്തിൽ. മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഇതിലായിരുന്നു. നമുക്ക് പലതും ഇവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അപ്പം അങ്ങനെ അറിഞ്ഞത് നേരിട്ടറിഞ്ഞായിട്ടില്ല. എത്രയോ മനോഹരമായിട്ട് തോന്നിയ നല്ല നൈർമല്യമുള്ള സിനിമകളില്ലേ, വേണ്ടാന്ന് തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചത് ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ മണ്ടത്തരം കേട്ടിട്ട്. അപ്പൊ അവര് സക്സസ് ആവുന്ന പൊളിഞ്ഞ പടത്തിനെ പറ്റി ഇവരത് കണക്കൂട്ടില്ല. ഇല്ല, അത് നമ്മുടെ അതിന് ന്യായീകരണം ഉണ്ടാവും എന്തെങ്കിലും. ന്യായീകരണം കൊണ്ടാണല്ലോ ഇവര് ന്യായീകരണം പിന്നീട് ഉണ്ടാക്കുന്നത് അല്ലേ, തുടക്കത്തിലെ ന്യായീകരണം കൊണ്ട് വരില്ല, അത് കണ്ടീഷൻ വരില്ല. ഇന്ന് ക്ലോസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആവാം ട്ടോ, അതില്ല. മാജിക്കിന് പറഞ്ഞ പോലത്തെ ഒരു ബ്ലോക്ക് കുറച്ച് കഴിയുമ്പോൾ മെന്റലിസത്തിനും വരും. മ്യൂസിക്കും ഡാൻസ് ഒക്കെ നമ്മൾ അറിയുന്നതിന് മുമ്പേ അതൊരു പഠന വിഷയമാകുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ ഉള്ളതാണ് അല്ലേ. ലിപിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇതുള്ളതാണ്. അതുപോലത്തെ ഒരു ആർട്ടല്ലല്ലോ ഇത്. ചാലഞ്ച് ഉള്ള സ്ഥലത്ത് അത് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ അത് തുറന്നു കാണിക്കാനോ ഉള്ള ഒരു ബോക്സ് അവിടെ വെച്ചിട്ട് അത് നമ്മൾ ഒരിക്കലും തുറക്കരുത്. അത് മാത്രമാണ് നമ്മുടെ മനസ്സിലിങ്ങനെ, അതൊരു വലിയ അല്ലേ പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിയ സംഭവമാണ്. അത് തുറന്നേ പറ്റുള്ളൂ. അതിന് നമ്മുടെ ആകെ കൊടുക്കുന്ന നിർദ്ദേശം അത് തുറക്കരുത് എന്നാണെങ്കിലും തുറക്കാനുള്ള ടെൻഡൻസി നമുക്ക് അതെപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ പിന്നെ വെറുതെ റീച്ച് കിട്ടാൻ പോലും ആളുകൾ പല സീക്രട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നതും കോണ്ടന്റ് വേണ്ടേ അവർക്ക്. നാളെ അത് അങ്ങനെയാവോ ഇങ്ങനെയാവോ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല. എനിക്കിപ്പം പുതിയൊരു ഷോന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനത് ഇൻസോംനിയ ഒന്നും പകുതി പോലും ആയിട്ടില്ല, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അതൊരു 2-3 years കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പാരലലി ഞാൻ മെയ്യാകുമ്പോഴത്തേക്കിനും അടുത്തൊരു പ്രൊഡക്ഷൻ എൻ്റെ മനസ്സിലൊരു ആശയുണ്ട്. അതും കൂടി ഞാൻ തുടങ്ങും. ഒരു 2-3 months എടുക്കും കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അത് വേറെ തന്നെ പോലെ ഒരു ഷോ ആണ്. ഇൻസോംനിയ എന്താണ്? ഞാനതിപ്പം ചോദിക്കാനിരുന്നതായിരുന്നു, അത് പറഞ്ഞതുകൊണ്ട് അതിനോട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഒരു തിയേറ്റർ ആർട്ടിനെ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഭയങ്കര ഇമോഷണലി ആൾക്കാരെ കൊത്തിവലിക്കുന്ന പോലെ അവർക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനത്തെ പല ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻസോംനിയയുടെ 4ാമത്തെ ഷോ, ഞാൻ ഉണ്ടാക്കിയ 4ാമത്തെ ഷോ. പക്ഷേ ഇതിൽ എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ, വേറെ പേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഇതിൽ ഉള്ളിലോട്ട് പോയ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് തള്ളാറില്ലേ, അതുപോലെ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് 2-3 രീതിയിലുള്ള ഷോനെ കാണാം. വെറുതെ ഇങ്ങനെ കണ്ടു പോവാം. ഒരു തരത്തിൽ ചിന്തിക്കുന്ന ആൾ, കൂടുതൽ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ഒരു ലൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാം. അതൊരു ക്രിയേറ്റീവ് പെർസ്പെക്റ്റീവിൽ മാത്രമാണ്, അല്ലാതെ നോ ഇന്റലക്ച്വൽ ഹാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്റർടൈൻമെന്റ്. ഒരു സിദ്ദിഖ് ലാൽ മൂവിയൊക്കെ കാണില്ലേ, അതിനൊരു മെന്റലിസ്റ്റ് അങ്ങനത്തെ ഒരു ആർട്ടിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് വിചാരിച്ചോളൂ. ഞാൻ ആ പേര് പറയുമ്പോൾ അത് സിദ്ദിഖൊക്കെ അടുത്ത സുഹൃത്തായിരുന്നു, ഒരു ബ്രദർ പോലെ. നമുക്കൊരു ഗുരുവിന്റെ സ്ഥാനത്തൊക്കെ ഉള്ള ഒരാളാണ് പണ്ട് മുതലേ കേട്ടോ, അറിയാത്ത സമയം തൊട്ടേ അതെ. അപ്പോൾ അവസാനമല്ല, ഈ ഇപ്പം കോവിഡിന് ശേഷം ഈ വേർഷന്റെ ഫസ്റ്റ് ഷോന് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ജോർജ് സാറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് സംസാരിച്ച് അദ്ദേഹം ഇതിന്റെ ഡയറക്ടർ ആയിട്ട് വരാനിരിക്കുമായിരുന്നു. ഇൻസോംനിയയുടെ ഇപ്പോഴുള്ള പ്രോഗ്രസിനപ്പുറത്ത് ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് തിരിഞ്ഞുപോയി. ഇതിപ്പോൾ ഡയറക്ഷൻ അല്ല എൻ്റെതാണ്, തിരിഞ്ഞുപോയി. അദ്ദേഹം ഡയറക്ടർ എന്നുള്ള രീതിയിൽ വന്ന്, അപ്പോൾ ആ ഒരു ലെഗസി ഒരുപാട് വർഷമായിട്ട് ഷോ ബിസിനസ് മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നു. അതിന് നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹിന്റ് ഒക്കെ കൊടുത്തിട്ട് എപ്പോഴും നമ്മളൊരു അനൗൺസ്മെന്റിലൂടെ ഒരു ഹിന്റ്, അപ്പം ഇത് ഡയറക്ടർ എന്നൊക്കെ നമ്മളൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഒരു US കാനഡ ടൂറിൽ അത് തുടങ്ങാം. അതിന് മുമ്പേ കൊച്ചിയിലോ മുംബൈയിലോ ഒരു ഷോ, ലോഞ്ച് ഷോ എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരു 4 മാസം കൂടി ഉള്ള സമയത്താണ് വലിയൊരു നഷ്ടമായി. അപ്പം ഇൻസോംനിയയിൽ പ്രകടമായിട്ടും അല്ലെങ്കിലും അദ്ദേഹം എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മള് ചെറുപ്പത്തിലൊക്കെ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ശരിക്കും അതിന്റെ ഒരു മീറ്ററൊക്കെ ഇവരുടെ അടുത്തുനിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ഷോ ഡിസൈൻ ചെയ്യുമ്പം അത് ആളുകളെ അങ്ങനെ ഇത്രത്തോളം എന്റർടൈൻ ചെയ്യിക്കും എന്ന് ഉറപ്പായിരുന്നോ ആദിക്ക്? ഐ ആം എ ഷോമാൻ. ഞാൻ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ ചെയ്തുകൂടാത്ത കുറെ കാര്യങ്ങൾ എൻ്റെ അപ്രോച്ചിൽ ഈ ഷോയിലുണ്ട്. അതായത് ഇതിന്റെ എന്താ പറയല്, ഒരു മര്യാദയുടെ എല്ലാ ഇത് അപ്പുറത്താണ്. അതായത് ഇപ്പോൾ ഒട്ടും പൊളിയില്ലാത്ത ഒരു റിസ്ക്കും ഇല്ലാത്ത ഷോ ചെയ്യാം.
അങ്ങനത്തെ ഷോ ഞാൻ ഒരുപാട് വർഷം കണ്ടിന്യൂ ചെയ്ത് മുമ്പത്തെ പ്രൊഡക്ഷനൊക്കെ അങ്ങനെയാണ്. അത് ഉറക്കത്തിൽ വന്നാലും എനിക്കറിയാം എന്ത് സംഭവിക്കും. ഇത് അങ്ങനെയല്ല, ഇത് A to Z കംപ്ലീറ്റ്ലി ദുരന്തമാവാൻ പോസിബിലിറ്റിയിൽ എല്ലാ ഈ ഷോയിലുണ്ട്. 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, ഒന്ന് ഇതേ കൊച്ചിയിൽ നിന്ന് തന്നെ ഒരു ഷോ കോവിഡിന് മുമ്പ് അത്രയും കൊട്ടിഘോഷിക്കപ്പെട്ടൊരു ഷോ ആയിരുന്നു. പക്ഷെ അത് അതേപോലെ ബഹ്റിനിലെ ഒരു ഷോ, ബഹ്റിനിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്തൊരു ഷോ, അവസാനത്തെ ആവില്ലെന്ന് വിശ്വസിക്കുന്നു. ആ 2 പ്രാവശ്യം അതിൽ എന്തൊക്കെ ഒരു ഷോയിൽ എറർ വരാൻ പറ്റുമോ എല്ലാം അത് അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഷോ നമുക്ക് നമ്മളെല്ലാവരും തീരുമാനിക്കും ഇന്നത്തെ ഷോ നമുക്ക് എല്ലാം കൊളാക്കാം ഒരു എക്സ്പെരിമെന്റിന്. അങ്ങനെ പ്ലാൻ ചെയ്താലും അത്രയും അബദ്ധാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ മലക്കം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്യണമെന്ന് ആലോചിക്കണ്ടേ, അത്രയും റിസ്കി ഷോയിൽ കൊടുക്കാം. അപ്പം പിന്നെ കുറെ തിയറി കൊണ്ട് ഞാൻ ഇതിനെ സാധൂകരിക്കാൻ നോക്കി. ഞാൻ വെച്ച് ഫെയിലിയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഒരു ഷോ എല്ലാ പ്രാവശ്യവും നടക്കും 100% സക്സസ് ആണെന്ന് പറഞ്ഞാൽ അതിലൊരു ത്രില്ലില്ല. ഇത് നമുക്ക് പോലും അറിയില്ല ഈ ഷോ. അപ്പം നമ്മുടെ കുറെ ഫ്രണ്ട്സിന് ഇതിനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നെഞ്ചിട്ടിയാണ് ഈ ഷോ നടക്കുമ്പോൾ. എങ്ങനെയുണ്ട് ആദ്യത്തെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാൽ മതി അവർക്ക്. അങ്ങനെയുണ്ട്, ഇത് ക്ലിക്കാണ്, ഇതാ ഇതിൻ്റെ ഫോട്ടോ. ഇപ്പോൾ പലരും എന്നോട് പറയും ഷോ കഴിഞ്ഞിട്ടാകുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും വളരെ നന്നായി തോന്നുന്നു. നമുക്കറിയാലോ ഫീഡ്ബാക്ക് ഒക്കെ. അവർ അത് പിന്നെ ഉറപ്പല്ലേ, വേറൊരു വാക്കാണ് വന്നു, വേണ്ട ഞാൻ തേങ്ങയാണ് ഇത്. അങ്ങനെ ഉറപ്പ് വരും, എനിക്കില്ലല്ലോ ഉറപ്പ്. നമ്മള് ചണ്ടമേളാണ് ഉള്ളില്. എനിക്കിപ്പോഴും ഷോന്റെ ഒന്ന് പനി വരും. അല്ല, ടഫായി വരുമ്പം ഇത് മനസ്സിലാവുമല്ലോ ആദ്യം തന്നെ ഇത് പോവാണ്, പരാജയത്തിലേക്ക് പോവാണ്. അങ്ങനെ പരാജയത്തിൽ പോകുന്ന പറയുമ്പോ നമുക്കത് അതിന് BC പ്ലാനെല്ലാം ഉണ്ടാവും. അതെല്ലാം പിന്നെന്താ അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ ഷോ ആദ്യം നിങ്ങൾക്ക് ഇതെന്ത് സംഭവം അറിയില്ല. കള്ളുഷാപ്പിന് വഴിക്കൂടി അല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ. പക്ഷെ പിന്നെയും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കൂടുതൽ മനോഹരമാക്കാൻ പറ്റായിരുന്നൊരു സാഹചര്യം ചിലപ്പോൾ ആ സമയം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ചിലപ്പോൾ ടെക്നിക്കലി എന്തെങ്കിലുമൊക്കെ പല കാരണങ്ങളും ഉണ്ടാവും. നമുക്കത് അതാണ്, അത് റിഗ്രറ്റ് ചെയ്യാൻ അങ്ങനെ കുറേ കാര്യം മതി. നല്ലൊരു മൊമെന്റ് കിട്ടിയിട്ട് മിക്കവാറും ഞാനതിൽ പിടിക്കും, അത് അതിനെ ഷോന്റെ ഭാഗമാക്കിയിട്ട് ഉപയോഗിക്കുക. പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അത് പിന്നെ സംഭവിക്കില്ല. ഞാൻ പറയില്ല, ഈ ഷോയിനൊരു ഔട്ട്ലൈൻ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും ഇൻ ബിറ്റ്വീനുള്ള തുടങ്ങുമ്പോൾ ഒന്നുമില്ല. ഇപ്പൊ പിന്നെയും മൊമെന്റ്സിനൊക്കെ ഒരു സ്ക്രിപ്റ്റ് ലെവൽ ആവുന്നുണ്ട്. കാരണം സംഭവിച്ചതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില തമാശകളോ ചില മൊമെന്റ്സോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മനോഹരമായിട്ട്. എന്നാലും തെറ്റ് വരുന്ന സാഹചര്യം ഉണ്ട്. പക്ഷെ തെറ്റായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കുറവായിരിക്കും. 20 out of 20-30 ഒരു 28-29 ഷോയും നന്നായിട്ട് തന്നെ കഴിയുക. അല്ലെങ്കിൽ ഒരു 28 കുടിക്കും, 30 ഒരു 28 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് റേഷ്യോ എന്ന് എനിക്കറിയില്ല, മാത്തമാറ്റിക്സ് പോയി പണി നോക്കാൻ. അങ്ങനെ ഇത് നന്നാവും. അതിലൊരു 30 നമ്മുടെ കണക്കെങ്കിൽ നന്നാവും തന്നെ ചെയ്യും കേട്ടോ. അതിലൊരു 22 ഷോ അല്ലെങ്കിൽ 23 ഷോ സ്റ്റാൻഡിങ് ഓവേഷൻ ആയിരിക്കും. അത് നല്ല ആഹ്ലാദത്തോടെയുള്ള സ്റ്റാൻഡിങ് ഓവേഷൻ ആയിരിക്കും. 20 വുഡ് ബി ഗ്രേറ്റ്. ഒരു 15-16 ഷോ ഐ വുഡ് ബി ടോട്ടലി സാറ്റിസ്ഫൈഡ്. അതാണ് എൻ്റെ ഷോ, അതാണ് എൻ്റെ മൊമെന്റ്. അങ്ങനെ ഒരു ഷോ കിട്ടിയാൽ ഒരു 3 ആഴ്ച ഞാൻ എക്സ്റ്റസിയാണ് മനസ്സിൽ, പരമാനന്ദം. അതാണ്. പിന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ പ്രഷർ പിന്നെ കിട്ടണ്ടേ. നമ്മുടെ ചാനലിൽ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്ന ഏറ്റവും റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മനസ്സിനൊരു അനുഭവം കൊണ്ട് സ്ട്രെച്ചായ മനസ്സിന് എൻ്റെ പഴയ ഡയമെൻഷനിലോട്ട് ചുരുങ്ങി പോകാൻ വേണ്ടി പറ്റില്ല. ഒരു എലാസ്തികത അതിനുണ്ടെന്ന് വിചാരിക്കാം. ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിന്നാൽ അതിന് പഴയതിലേക്ക് ചുരുങ്ങി പോകാനുള്ള ഇതില്ല. അവിടുന്ന് പിന്നെയും ഒന്നുകിൽ അവിടെ തന്നെ നിന്ന് കളിക്കും, പിന്നെ അവിടുന്ന് എക്സ്പാൻഡ് ആവണം. പക്ഷെ ഇൻസോംനിയ എന്തായാലും ഈസ് കംപ്ലീറ്റ്ലി അബ്സ്ട്രാക്ട്. അതൊരു മാഡ് ഷോമാൻ്റെ തട്ടാണ്. അതുകൊണ്ട് യു ക്യാൻ ലൈക്ക് ലിറ്ററലി ഞാൻ എന്താണോ അതിന്റെ ഏറ്റവും കുരുത്തക്കേടുള്ള എക്സ്റ്റൻഷൻ ഒക്കെ ആ ഷോയില് കാണും. ആ പേരെന്തുകൊണ്ടാ സെലക്ട് ചെയ്തത്? ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്ത അസുഖത്തിന്റെ പേരാണ്. ഉറക്കം നഷ്ടപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിലോ എന്നുള്ളൊരു തോട്ടിലാണ് അത് തുടങ്ങിയത്. അത് പണ്ട് സ്റ്റേറ്റ്സിലുണ്ടാവും എന്ന് തന്നെ ഞാൻ അങ്ങനെ ഒരു അന്നുണ്ടായിരുന്ന ഒരു ചെറിയ ഷോ ഞാൻ ആ പേരിട്ടിട്ട് ഈ പേര് മാറിയിട്ടില്ല. അപ്പൊ അന്ന് അവര് ഒന്ന് പറയുന്നു, മാറ്റിന് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല, രാത്രിയായിരുന്നു ഷോ ഒന്നാമത്. അപ്പോൾ 2-2:30 അവർ പറഞ്ഞു അവരെങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ ദാറ്റ്സ് എ ഗുഡ് വൺ. പിന്നെ നോക്കുമ്പോൾ ആ പേരിലൊരു സിനിമ ഉണ്ട്. പക്ഷെ അത് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അതത്ര പ്രശ്നം ഉണ്ടാവില്ല, ഒരു കോപ്പിറൈറ്റ് ആസ്പെക്റ്റിലും അത് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയപ്പം
പിന്നെ അന്ന് ഒരു മാസ് ഹിപ്നോസിസിന്റെ ഒരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. അതൊരു ഇന്റർവെല്ലിന് മുമ്പ് അതൊരു സജഷൻ ഒരു സംഭവമുണ്ട്. അപ്പോൾ കോൺവെർസേഷണൽ ഹിപ്നോസ് എന്നാ പറയാ. അപ്പൊ അവരറിയാതെ തന്നെ അവരുടെ ഉറക്കം കുറച്ച് നേരം അന്ന് രാത്രി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അത് ഇവളാന്ന് എനിക്ക് മനസ്സിലായി. അത് ഇവളാന്ന് ആലോചിച്ചിട്ടില്ല, അത് ഇല്ലീഗലാന്ന് മനസ്സിലായി. ആർക്കും അത് കണ്ണ് കാണുന്നതിനെല്ലാം സ്യൂ ചെയ്യുന്ന ഒരു നാടാ അത്. അപ്പൊ അവർക്ക് എന്തിനും പിന്നെ അപ്പൊ അത് ഇല്ലീഗലാന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈവിളാന്നുള്ളത് മനസ്സിലായി. കുറച്ചും കൂടെ 21 വയസ്സുണ്ട് അതിന്റെ, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബോധത്തിൽ അത് തെറ്റെന്ന് മനസ്സിലായിട്ട് ഞാൻ ഐഡിയ വിട്ടു. പിന്നെ എപ്പെങ്കിലും ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞ ആലോചന വിട്ടു. കാരണം എനിക്ക് ഇൻസോംനിയ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം പറഞ്ഞിട്ടില്ല അല്ലേ, എനിക്ക് വളരെ സിവിയർ ആയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ ഉള്ളതാണ്, ഉണ്ടായതാണ്, ഇപ്പോഴും ഇടക്കത്. അപ്പോൾ അത് വലിയ സിവിയർ എന്ന് പറയുമ്പോൾ 2 ദിവസം ഒന്നും ഉറങ്ങാതെ 3-ാമത്തെ ദിവസം ലൈഫിനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സോ ടെറിഫൈങ്. അപ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതും ആദ്യത്തെ. അപ്പം എല്ലാം കൊണ്ട് ഞാനത്, പക്ഷെ അത് നെഗറ്റീവ് സെൻസ് അല്ല, അതിൻ്റെ ആശയത്തോടോ അതിൻ്റെ ഒരു ഐഡിയയോടോ ഹുക്കായിട്ട് നിങ്ങൾക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ അന്നെങ്കിലും അങ്ങനെ നല്ലതിനും കരയില്ലേ ഇല്ലേ സ്വന്തം അതുപോലെ. അത് ശരി, അതിന്റെ ഒരു കൗതുകം കൊണ്ട് ഉറങ്ങാൻ പറ്റാണ്ടിരിക്കാൻ കുറച്ചു നേരം. അതല്ലാതെ നിങ്ങൾ ഫുള്ള് ഞാൻ ഉറങ്ങിയല്ലോ എന്റെ ടിക്കറ്റ് റീഫണ്ട് തരാന്ന് തന്നെ പോയി പണി വെക്കാൻ, അങ്ങനെയല്ല. അതും എല്ലാവർക്കും അല്ല, അതൊരു കുറച്ച് പേർക്കെങ്കിലും ആ ഷോയിൽ ഹുക്ഡായ കുറച്ച് പേർക്കെങ്കിലും. അപ്പൊ അതിന് വേറെ രീതിയിൽ ഞാനത് ഐഡന്റിഫൈ. അപ്പം എനിക്ക് പോയി ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇന്നലെ ഒരു 3 മണി വരെ ഇങ്ങനെ ഉറങ്ങാതിരുന്നിരുന്നു എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. ഒന്ന് പോയി ഞാൻ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങി വന്ന അങ്ങനെയല്ല. അപ്പൊ നമ്മൾ അതിന്റെ മീറ്ററായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഒരു ലൂപ്പ്. അതിന്റെ കഥ പറയാൻ ശ്രമിക്കുന്ന ഒരു ലൂപ്പ് ഉണ്ട്. തുടങ്ങുന്നിടത്തുനിന്ന് നിങ്ങളത് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കാത്തതാണ്, കാരണം അത് അറിയേണ്ട ഒരു ഫീലാണ്. അപ്പൊ ഒരു 30% അല്ലെങ്കിൽ ആൾക്കാർക്കെങ്കിലും ഇഫ് യു ആർ ടു മച്ച് ഇൻ ടു ദ ഷോ, നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ ആ ലൂപ്പിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രെയിം അറിയില്ല. ഒരു 2 മണിക്കൂറുള്ള ഷോ നിങ്ങൾ വിശ്വസിക്കില്ല, പറഞ്ഞാലും വിശ്വസിക്കില്ല. നിങ്ങൾ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂല്ലോ. അത് കാണുന്നവർക്കും അങ്ങനെ വാദിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, വീട്ടിൽ തന്നെ ഉള്ള അച്ഛൻ, അമ്മ, വൈഫ്. ഈ ഒരു മെന്റലിസം അറിയുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്കൊക്കെ ആദിനോട് ഇടപെടുമ്പോഴേ ഒരു പേടിയുണ്ടാവും. ഒരു ഭയങ്കര ഒരു ഫേസ് ഉള്ള ഒരു മാസ്ക് ഉള്ള മെച്യൂർ ആയിട്ട് സംസാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല വീട്ടില്. ഞാനിങ്ങനെ ഓടിക്കളിച്ച് പിന്നെ കുറച്ച് നാളും എൻ്റെ ഇൻസെക്യൂരിറ്റിയും, ഞാൻ കുഞ്ഞുങ്ങളെപ്പല്ലായിരുന്നു. അപ്പൊ അവർക്കെല്ലാം ഞാൻ കുട്ടൻ, ആ ഒരു അതിനപ്പുറത്തേക്ക് ഞാൻ വളർന്നിട്ടൊന്നുമില്ല. സുഹൃത്തുക്കൾക്കോ എന്തിനാണ് എന്റെ കൂടെയുള്ളവരെന്നെ പേടിക്കുന്നത്? പേടിയല്ല ഞാൻ ചോദിച്ചത്, അവർക്ക് ഇപ്പം ആദ്യം അങ്ങനെ മനസ്സിലാവും എന്നൊരു ഫീല് വരുന്നു. ഇപ്പം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാൾക്ക്, ഇപ്പം ആദ്യം എൻ്റെ മുന്നിൽ ഇരിക്കുമ്പം എനിക്ക് ഫീല് സ്വാഭാവികമായിട്ടും ഞാൻ ഉള്ളിൽ എന്തെങ്കിലും വിചാരിച്ചല്ലേ, അതിനെക്കുറിച്ച് വിചാരിച്ചല്ല, അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ വിചാരിച്ചാൽ ആദ്യം അത് മനസ്സിലാവുമായാലോ, അല്ലെങ്കിൽ ആദ്യം അത് മനസ്സിലാക്കരുതെന്ന് വിചാരിച്ചൊരു കാര്യമാണെങ്കിൽ അത് മനസ്സിലായാലോ എന്നൊരു ആശങ്ക അവർക്ക് ഉണ്ടാവാറുണ്ടോ, അല്ലെ അവർ പങ്കുവെക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. കൂടെ നിൽക്കുന്നവരെ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്ത് നോക്കിക്കൂടാ. ഞാൻ ചോദിക്കും, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കും, ഞാൻ ഓക്കെയാണ്. നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും പറ്റിക്കാം, എത്ര വേണമെങ്കിലും ടാർണിഷ് ചെയ്യാൻ, ഡാമേജ് ചെയ്യാം, ആസ് ലോങ് ആസ് ഒരു റീസൺ, സോളിഡ് റീസൺ നിങ്ങൾ എനിക്ക് തരുന്നവരെ അത് തന്നാൽ ഞാൻ നിങ്ങളെ പറ്റി കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഞാൻ വളരെ വളരെ അങ്ങേയറ്റം കണ്ടുപിടിക്കും. അത് വളരെ ഡാമേജിങ് ആവുന്ന പോലെ. അപ്പൊ ഞാൻ ആ സ്പേസിൽ നിന്ന് മാറും. എൻ്റെ കെയറും അറ്റൻഷനും ലോയൽറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. യു ഡോണ്ട് ഡിസേർവ് ഇറ്റ് എനിമോർ. പിന്നെ അതെന്ത് പറഞ്ഞു വെച്ചാലും അത് പിന്നൊരു അതില്ല. ഫൊർഗീവ്നെസ്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ അത്രയും വാല്യൂ ചെയ്യുന്നൊരു സ്പേസാണ്. അതിനുള്ളിൽ കുറച്ച് പേരുണ്ട്. അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ മനസ്സിലാക്കി അത് നമുക്കൊക്കെ മനസ്സിലാവും. ഇപ്പൊ ഒരു വ്യക്തി ഞാൻ അവരോട് പറയും, പലരോടും പറയും, അല്ലെങ്കിൽ ഞാൻ മാറി നടക്കും. ചിലവരോട് നമുക്ക് അപ്പോഴും ഇഷ്ടം ഉണ്ടാവും, അവരൊരു ഗതികേടുണ്ടാക്കി ആയിരിക്കും പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവുക. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളതിൻ്റെ ഡെപ്ത് അറിയാതെ പരദൂഷണം പറയുന്നവരുണ്ടാവും, പലതും ഉണ്ടാവും. ഞാനത് തിരുത്താനൊന്നും പോലില്ല. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇതൊരു മഹത്തായ കാര്യം എന്ന് പറഞ്ഞിട്ടല്ല, എൻ്റെ കൊക്കോൺ ഇത്രക്കൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ പറയാൻ നോക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു സൈദ്ധാന്തികത, ഫിലോസഫി ഒന്നും നമ്മൾ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അതേപോലെ അപ്ലൈ ചെയ്യണമെന്നില്ല. അതിന് നമുക്കൊരു റീസൺ ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ തിരിച്ച് കൗണ്ടർ ഒന്നും ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിക്കും ഓക്കെ,
നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പോകണ്ട, അത് പോട്ടെ അവർ അങ്ങനെ. ചിലപ്പോൾ നമുക്ക് ഇത്രയും ഹേർട്ടാവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരൊന്നും നമ്മളിങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കില്ലായിരിക്കാം. അങ്ങനെയുമുണ്ട്. അപ്പം പിന്നെ അത് ചില ഞാൻ പറഞ്ഞത് അത് ആ ഒരു അലേർട്ടിനുള്ള ഒരു വിത്ത് നിങ്ങൾ തരുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാകുമ്പോൾ പിന്നെ അതിനുവേണ്ടി ഇരിക്കല. പിന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീവിസിറ്റ് ചെയ്യും ഓരോ കാര്യങ്ങളും. അപ്പം ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചിലപ്പോൾ എക്സ്റ്റേണൽ ബന്ധങ്ങൾ ഉപയോഗിക്കുമായിരിക്കും. അത് ഒരു അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങളെ ചോദ്യം അവിടെയാണ്, എത്രത്തോളം നമ്മൾ മനസ്സിലാക്കും, എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ കുറച്ചധികം അതെ അങ്ങനെ വേണ്ടേ, അല്ലെ പിന്നെ ഈ പഠിച്ചതിനൊന്നും ഒരു ഗുണമില്ലാണ്ടായി. മുഖത്തേക്ക് നോക്കുമ്പോ അല്ലെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കുമ്പോ ഒരു മിസ്റ്ററി ഭംഗിയുണ്ടൊക്കെ, പക്ഷെ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ മുന്നേ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ആണോ? കുറേ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയില്ല എനിക്ക്. എന്താവും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യിക്കുന്നതാണോ? ഞാൻ പല സ്ഥലത്ത് തന്നെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യലില്ല. കാരണം ഇത് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ സമാധാനത്തിന് ഏതെങ്കിലും രാജ്യത്തിൽ പോയിട്ട് ഒരാഴ്ച വെക്കേഷൻ എടുത്തിട്ട് ആരോടും മിണ്ടാതെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ സ്ഥലത്ത് ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് നമ്മളിത് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അത് പറഞ്ഞ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് പെട്ടെന്ന് തീരുമല്ലോ. മെന്റലിസ്റ്റ് വെച്ചാൽ എന്തായാലും രണ്ടാമതും മൂന്നാമതും ചോദ്യം ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല. അപ്പൊ ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിർത്തലുണ്ട്, എന്നാലും അത് നീണ്ടുപോകും ചിലപ്പോ. അപ്പൊ അങ്ങനത്തെവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ നോട്ടോ അല്ലെങ്കിൽ എന്തോ സംതിങ് പെക്യൂലിയർ അബൌട്ട് എന്നുള്ള. ഞാൻ അങ്ങനെ അത് മനഃപൂർവ്വം വരുത്തുന്നതാണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതിന്റെ മുമ്പിൽ ഇപ്പം എനിക്ക് അതിനെ മിസ്റ്ററി ഫീൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ അതിന് മുന്നിൽ വന്നിരുന്നിട്ടില്ല, ഇത്രയും കാലം വന്നിരുന്നിട്ടുള്ള ആരിലെങ്കിലും ആദ്യം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ കുറേ ആളുകളെ മുന്നിൽ വന്ന് ഈ ഒരു ഷോന്റെ ഒക്കെ ഭാഗമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അവരിൽ അങ്ങനെ ആരെങ്കിലും, അത് ഞാൻ ആളുടെ പേര് പറയണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഫീൽ ചെയ്ത ആളുകളുണ്ടോ? നല്ല ചോദ്യമാണ്, താങ്ക് യു. ആരും അത് ചോദിച്ചിട്ടില്ല. ഐ വിൽ ബി വെരി ഹാപ്പി ടു ഫൈൻഡ് വൺ. എന്താ വെച്ചാൽ അഗെയിൻ എൻ്റെ എല്ലാ ലൈഫും അറിയുന്ന എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മാറാത്ത ഒരു ചെറിയ പ്രായത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഞാൻ ട്രാവൽഡ് ഫ്രം ദ ഗ്ലോബ്, meeting all these people, learning them, and I am a story seeker. Basically I am a storyteller, but in order to become a storyteller I am a story seeker. ഞാൻ ആളുകളുടെ ഇമോഷനൊന്നും അല്ല ഇപ്പം അന്വേഷിക്കുന്നത്. ഞാനൊരു കൗതുകത്തോടെ ഇപ്പോൾ ഈ പ്രായത്തിന് പ്രണയം, വിഷാദം, ഇതൊന്നുമില്ല, അതൊന്നും അല്ല അന്വേഷിക്കുക. അങ്ങനെ വിചാരിക്കും ചില കൗതുകങ്ങൾ നമ്മൾ കാണിക്കുന്ന കാണുമ്പോൾ. ഐ ആം എ സ്റ്റോറി സീക്കർ. നിങ്ങളിലുള്ളൊരു കഥ ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ ആക്കിയൊരു കഥ, അതിലെനിക്ക് ജെന്യുവനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഐ ഡോണ്ട് കെയർ ഹൗ യു ലുക്ക്, അതൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരെ കൊല്ലേണ്ടി വന്ന ഒരാളാണ് ലൈഫിലെങ്കിലും എൻ്റെ ജഡ്ജ്മെൻറ്റ് അങ്ങനെയല്ല വർക്ക് ചെയ്യാൻ നിങ്ങളുടെ അടുത്തേക്ക്. ഐ സീക്ക് യു സ്റ്റോറി, സാഹചര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ കിട്ടുകയാണെങ്കിൽ, ജെന്യുവൻ ആണെങ്കിൽ, ചിലവരങ്ങനെ മനഃപൂർവ്വം ആക്കാൻ നോക്കും, അതിലത്ര താല്പര്യമില്ല. അല്ലെങ്കിൽ ഞാൻ ആ കഥ കേൾക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് പുതിയ ഷോസ് കാണാൻ, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ശരിക്കും ഇങ്ങനെ ചാടി നിൽക്കും. അല്ല, ട്രാവൽ ഫാർ ജസ്റ്റ് ടു മീറ്റ് ഇങ്ങനെ കമ്മ്യൂണിറ്റീനെയും ആളുകളെയും. അതുകൊണ്ട് എനിക്ക് എഴുത്തുകാർ, ഇവരൊക്കെ കുറേ കഥ പറയുന്ന ആളുകളൊക്കെ എനിക്ക് സംസാരിക്കാനൊക്കെ വലിയ താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത് അപ്പോൾ ഒരു മിസ്റ്ററി ഉള്ളത് ആരാണെന്ന് വെച്ചാൽ അവരുടെ കഥ എത്ര പെക്യൂലിയർ ആയിരിക്കും എന്നുള്ളൊരു. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ മനുഷ്യരെ ഈ യാത്രകളിലും അല്ലെങ്കിൽ ഷോയിലും ഒക്കെ? യൂസ്ഡ് ആയിപ്പോയി, അതുകൊണ്ട് അങ്ങനെ ഫേസിൽ അങ്ങനെ ആരും കിട്ടുന്നില്ല. ചില ആശയങ്ങൾ നമ്മളിപ്പോൾ തോന്നുന്നു ഇതെന്തായിരിക്കും ഇപ്പം ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് ഇതൊരു ഇന്നർ മോണോലോഗാണോ, ഇത് മനഃപൂർവ്വം നിങ്ങൾ ഇടുന്നതാണോ, ഇതൊക്കെ ഉണ്ട്. ആ തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാവും. ആശയങ്ങൾ തമ്മിലുള്ള ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അത് അനലിറ്റിക്കൽ തിങ്കിങ്ങിൽ എനിക്ക് അവരുടെ അതിനോടെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ഈ ആലോചിക്കുന്ന എല്ലാം റോങ് ആയിരിക്കും. പ്രേതത്തിനോട് സംസാരിക്കുമോ ആദി? അത് ഇല്ല, പ്രേതം പറയുന്ന സംഭവം ഇല്ല. അപ്പൊ പിന്നെ അത് പറ്റില്ലല്ലോ. പിന്നെ ആ മൂവി ജീവിച്ചിരിക്കുന്നവരോട് തന്നെ ഇപ്പൊ സംസാരിക്കുന്നത് കുറവാണ്. ആ മൂവി അങ്ങനെ ഒരു മൂവി, അത് രഞ്ജിത്തേട്ടന്റെ ക്രിയേറ്റിവിറ്റി അല്ലേ, ഒരു ഡയറക്ടറുടെ. അതില് മെന്റലിസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ കഥയില്. ഒരു പ്രേത കഥയും കുറച്ച് കൂട്ടുകാരെ ഇങ്ങനെ വെക്കേഷന് ആ ഒരു റിസോർട്ടിൽ നടക്കുന്ന കഥയും എനിക്ക് മുമ്പേ ഉണ്ടായതാണ്. അതിലേക്ക് എന്റെ ക്യാരക്ടർ ചേർത്തതാണ്.
ഓക്കെ ഓക്കെ. മീൻസ് ഒരു മെന്റലിസ്റ്റ് വേണം അങ്ങനെ ചേർത്തു എന്നല്ലാതെ. അപ്പൊ അത് കുറച്ചുകൂടി അവർക്കൊരു ഇഷ്ടമെന്നോ അല്ലെങ്കിൽ ഒരു പുതുമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. ഒരു ഫാന്റസി മാത്രമാണ്, അല്ലാതെ അതിലൊരു റിയാലിറ്റി ആ ക്യാരക്ടറിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആണെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം എടുക്കാം. പക്ഷെ പ്രേതത്തിൻ്റെതൊന്നും ഞാൻ വിശ്വസിക്കുന്ന കാര്യമല്ല. അവര് വിശ്വസിക്കുന്നുണ്ട്, ജയേട്ടനും വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, രഞ്ജിതേട്ടനുണ്ട്, അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെതിരായിരുന്നു. സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അതിലിങ്ങനെ കുറച്ചുകൂടി അതിനെ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മണിച്ചിലൊക്കെ അങ്ങനെ ഒരു സയന്റിഫിക്കലി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു പല അങ്ങനെയായിരുന്നു. അതിന് ലോജിക്കലി നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമേനെ അല്ലെങ്കിൽ കുറച്ചുകൂടി ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ അത് അവസാനം ഇവോൾവ് ചെയ്തു വന്നപ്പോൾ ആ ക്യാരക്ടർ അത് മാറി, ഒരു സിനിമ ആസ്വാദനത്തിന്റെ രീതിയിൽ തന്നെ പോയി. അപ്പൊ ആദ്യക്ക് അങ്ങനെ ഒരു മൂവിന്റെ ആദ്യം പറയുന്നു പ്രേതത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. അങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകുമ്പം ആളുകൾ അതിനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യില്ലേ ആദ്യനെ? അതായത് ആദ്യം പറയുമ്പം, അതായത് പ്രേതത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു, പക്ഷെ ആദ്യം അതിന്റെ ഇന്റർവ്യൂലൊക്കെ അത് കുറെ ക്ലിയർ ആക്കാൻ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് ഓവർ ഇങ്ങനെ ആവാൻ സാധ്യതയുള്ള ചില വശങ്ങളിൽ ഞാൻ രഞ്ജിത്തേട്ടനോട് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു, അത് വേണോ. പിന്നെ at the end of the day, it's a movie, it's an entertainment thing. Horror movie supposed to scare people. അത് നിങ്ങളത് ഇല്ലാന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ആസ്വാദനം. അപ്പൊ അതാണ് അത് സെല് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ എടുത്തോളാം. അദ്ദേഹത്തിന്റെ പറയുന്ന കാര്യങ്ങൾ അതിലൊരു വലിയ മരണമണ്ഡലത്തിലുണ്ടെങ്കിൽ ഐ മീൻ ആ ക്യാരക്ടർ ആസ് എ മെന്റലിസ്റ്റ് അപ്പോൾ ഓക്കെ, ഡോൺ ബോസ്കോ എന്ന് പറയുന്നത് മെന്റലിസ്റ്റ് ആണ്, കുറച്ച് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ഉള്ള ഒരാളാണ്, അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ആയിക്കോട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗം ഞാൻ ചെയ്യില്ല. ഐ മീൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലത്, എനിക്ക് ഒരു പ്രയത്നത്തോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ മുന്നാറിൽ പോയിട്ടില്ല, പക്ഷെ അവിടെ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ മുന്നാറിൽ പോയി ആ നീലക്കുറിഞ്ഞി തൊട്ട് നോക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കി തരാൻ ആദ്യം പറ്റും. രണ്ട് രീതിയിൽ പറ്റും. ഒന്നുകിൽ തിയേറ്ററിൽ വരണം, ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി അതിൽ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് കണ്ടാലോ അത് അനുഭവിച്ചാലോ മതിയാവും. അല്ലെ പിന്നെ ഹിപ്നറ്റൈസ് ചെയ്യേണ്ടി വരും. സ്റ്റേജിലാകുമ്പോൾ കോൺഷ്യസ് ഹിപ്നോസിസ് ഇല്ല, സജഷൻ അതുണ്ടെന്നെങ്കിലും അതിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഹിപ്നറ്റൈസ് ചെയ്തിട്ട് ആ സജഷൻ അങ്ങനെയൊക്കെ തോന്നിക്കാൻ പറ്റും. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഐഡിയ ആണ്, പക്ഷെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. യെസ്, ഫീൽ ചെയ്യും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റുമോ? ലൈവ് പോകുമ്പോൾ വേണ്ട, അപ്പൊ ഇനി എൻ്റെ പ്രോസസ്സ് അല്ലേ, അത് നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചെയ്യാം. ആളുകൾ പുസ്തകം വായിക്കുന്നു, ഞാൻ ആളുകളെ വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആദ്യം എപ്പോഴും പറയാറുണ്ട്. എന്റർടൈൻമെന്റ് അല്ലേ, അതിൽ കുറച്ച് ഇതൊക്കെ വേണം, ഒരു ഷോ ഓഫും അപ്പൊ അത് അങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ് അത്. അപ്പൊ ആദ്യം വായിക്കുന്നില്ലേ? ആളുകളെ വായിക്കുന്നുണ്ടല്ലോ. അതുണ്ട്. നിങ്ങളില്ലേ, നിങ്ങൾ വന്നോട്ട് ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്, എൻ്റെ ഹിസ്റ്ററി എവിടെയാണ് കിടക്കുന്നത്, എൻ്റെ കംഫേർട്ട് എവിടെയാണ്, എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഞാനും ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ ചെയ്യണ്ടാവും. കാരണം ഐ എം ട്രെയിൻഡ്, എൻ്റെ സ്കിൽ സെറ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻട്രസ്റ്റ് ഫുഡ് ആണെങ്കിൽ നമ്മൾ ചുറ്റും അതൊക്കെ അതിന്റെ സാധ്യതകളാണ് നോക്കുക. ആ കവറിൽ എന്തായിരിക്കും, ഇപ്പോൾ ആടെ സോഡ ഉണ്ടല്ലോ അല്ല നോക്കുക. ഇത് നമ്മൾക്ക് എന്താണ് വാട്ട് ഈസ് സീക്കിങ് എന്നൊക്കെ റൂമി പറഞ്ഞ വലിയൊരു ഫിലോസഫിന്റെ ഒരു ചതച്ച വേർഷനാണ് ഞാൻ ഈ പറയുന്നത്. നമ്മള് ഒബ്വിയസ്ലി ഐ റീഡ് പീപ്പിൾ. അത് ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലൊരു ആശയത്തിനോട് വളരെ ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾ കണ്ണിൽ നോക്കുമ്പോഴും പെരിഫറലായിട്ട് ഇപ്പൊ നിങ്ങളുടെ കൈയാണ് നീങ്ങുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വാക്കുകളാണ് നമുക്ക് റിഹേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇതുവരെ പറഞ്ഞത് തമാശ പോലൊരു ഉത്തരമാണ്, അങ്ങനെ അല്ലാതെ പറയാണ്. അപ്പം വാക്കുകൾ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം, ബോഡി അങ്ങനെ അധികം ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നോൺ വെർബൽ പാർട്ടിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. അപ്പൊ ഇത് രണ്ടും വലിയ മിസ്മാച്ചുകളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. എന്നിട്ട് നമ്മളത് കൺഫ്രണ്ട് ചെയ്യൊന്നുമില്ല. ഇതൊരു ഇന്റർഗേഷൻ സീനൊന്നും അല്ലല്ലോ. ഞാൻ പറയണു കളവാണല്ലോ നിങ്ങൾ പറയുന്നത്, ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഞാനത് ലീഡ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയ, അതുകൊണ്ട് ഒരു എന്റർടൈനറിന് ഒരു ഗുണമില്ല. അപ്പം നമ്മള് അതെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. സീക്കിംഗ് ദാറ്റ് ക്ലൂസ്. അതായിരിക്കും പൊളൈറ്റ് ആയിട്ട് പറയാൻ പറ്റുക. ഇത്ര നേരം എന്റെ കണ്ണിൽ നോക്കിയിട്ട് എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്?
ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ ചോദിച്ചതാ. ആൻസർ ആയിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതല്ലല്ലോ, ഞാൻ പറയുന്ന ആൻസറിനെക്കാളും അതിന് മനോഹരമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവും. ഐ മീൻ, അതായത് നിങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കണേ, ഇത് ക്രിയേറ്റിവിറ്റി വളരെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എക്സസൈസ്. നമ്മുടെ ചാനലിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഒരു വെറുതെ ഒരു 20 മിനിറ്റ് ആ ആൻസറിന്റെ ഔട്ട്കം എന്തൊക്കെ രീതിയിലാവാന്നുള്ളതിനെ പറ്റി വെറുതെ ആലോചിക്കുക. വെറുതെ, അതായത് ഇപ്പൊ ഞാനൊരു ആൻസർ പറഞ്ഞാൽ ആ ആൻസർ എനിക്ക് തഗ്ഗായിട്ടുള്ള ഒരു ആൻസർ പറയാം, ചിരിപ്പിക്കുന്ന ആൻസർ പറയാം, എനിക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും പറയാം. അല്ല, എന്നെ നോക്കി പറയാണല്ലോ പോയിന്റ്. പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് ഈ ആൻസർ ഏതൊക്കെ രീതിയിൽ മനോഹരമാവുമായിരുന്നു എന്നുള്ളതിന് കുറേ ഔട്ട്കം നിങ്ങൾ ഉണ്ടാക്കണം. അതിന് ഒരുപാട് സമയം എടുക്കില്ല, 5 മിനിറ്റിന്റെ ഒരു 4 സെറ്റ് ഇങ്ങനെയൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവാം. അത് ഇന്റലക്ച്വൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, എന്റർടൈനിങ് ആയി പറഞ്ഞിട്ടുണ്ടാവാം, തഗ്ഗായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾക്കൊരു ചമ്മലോടെ പോലത്തെ ഒരു ചിരി തരുന്ന ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടാവും, എന്തും ആവാം. അതിന് എല്ലാ കാൽപ്പനികത എല്ലാം കൊടുത്തോളൂ, ഒരു റൊമാൻറ്റിക് എല്ലാ ഭാവങ്ങളും കൊടുത്തോളൂ എല്ലാ ആൻസറിനും, ഓരോന്നിനും. അവസാനം ആ സമയത്തിനുള്ളിൽ, ആ 2 മിനിറ്റ് ഞാൻ പറയാനെടുക്കുന്ന സമയത്തിനുള്ളിൽ ഇതൊരു ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഹെഡോ ടൈലോ നമുക്കറിയാം നമ്മളെ ആവശ്യങ്ങൾ. പക്ഷെ എന്നാലും ഈ താഴെ വരുമ്പോൾ ഒരാഗ്രഹമില്ല അതാവണേ. അതുപോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ആൻസർ എന്താണെന്നും കൂടെ എഴുതി വെക്കണം. ട്രസ്റ്റ് മീ, ദിസ് വിൽ ബി വാല്യുബിൾ ലെസൺ. ഞാൻ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് തരാനില്ല. ട്രസ്റ്റ് മീ, ദിസ് ഇസ് മോർ വർത്ത് ഇറ്റ്. ഞാനതിന് എസ്കേപ്സ് എന്ന് പറയൂട്ടോ. പറഞ്ഞോ, ഐ ടേക്ക് ദാറ്റ് ഡിഫീറ്റ്. ഷോന് വരണം എല്ലാരെയും കൂട്ടിട്ട്, സ്റ്റാഫുകളെല്ലാം, എന്നിട്ട് മനസ്സിലാക്കണം എന്നല്ലേ? അയ്യോ, അതിനല്ല അല്ലല്ല, വലിയ പണികളൊക്കെ അവിടെ ചിലപ്പോൾ തരാൻ പറ്റിയാലോ. എങ്ങനെയാണ് ആദിയും ബാലഭാസ്കറും തമ്മിലുള്ള ബന്ധം? സുഹൃത്തുക്കളായിരുന്നു എന്നറിയാം, അല്ലാതൊരു പ്രൊഫഷണൽ ബന്ധം എന്തായിരുന്നു? ഞാൻ ചെറുപ്പത്തിലേ ബാലുവിന്റെ വലിയ ഫാനാണ്. എനിക്കറിയാവുന്ന സമയം തൊട്ടേ ഭയങ്കര ഫാനാണ്. പിന്നെ നമ്മുടെ രണ്ടുപേരെയും കോമൺ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ബാലുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഒരാള്, നേരത്തെ പറഞ്ഞ രാജ. ഞാൻ രാജ പറയും ഇങ്ങനെ അന്വേഷണം പറയണം, അല്ലെങ്കിൽ അവരുടെ ഷോനെ പറ്റിയൊക്കെ നമ്മൾ ചില ടൂറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ പറയും. പക്ഷെ പരിചയപ്പെടാനുള്ളൊരു അങ്ങനെ സമയമാവട്ടെ എന്നുള്ള പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയം വന്നു. അപ്പം ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം ഇട്ടത് നമുക്ക് 3 പേർക്കും. പക്ഷെ ഞാനത് പറയും, അന്ന് എൻ്റെ അഡ്രസ്സ് ഇവിടെയൊന്നും അങ്ങനെ ആർക്കും അറിയുന്നൊന്നും ഉണ്ടായിട്ടില്ല, നാട്ടിലൊന്നും. ഞാൻ പുറത്തായിരുന്നു. അപ്പൊ അവർക്ക് ഇതിന്റെ ആവശ്യമേ ഉണ്ടായിട്ടില്ല. ബാലുവിനൊക്കെ അത് ആ സമയത്ത് അവരുടെ ഫെയിം വെച്ചിട്ട് നമ്മളെ വെറുതെ കളയായിരുന്നു, വേണ്ടാന്ന് ഞാനിട്ട്. പക്ഷേ ഈ അക്സെപ്റ്റഡ് ഇറ്റ്. അതൊക്കെ വലിയ കാര്യമായി. ഒരു പ്രാവശ്യം കാണേണ്ടി വന്നതേ ഉള്ളൂ. അതങ്ങ് സിങ്കായി, 3 ആളും ഭയങ്കര വലിയ കൂട്ടുകാരായി. അത് അവസാനം വരെ അങ്ങനെ തന്നെയായിരുന്നു. ആ ഷോ നല്ല രസമുള്ള ഷോ ആയിരുന്നു. കാരണം അതിനി ഉണ്ടാവില്ലല്ലോ എന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര വിഷമം. അത് ശരി, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ഷോ തന്നെയായിരുന്നു നിങ്ങൾ ഒരുമിച്ച്. നെക്സ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് രാജീവ്, ഞാനും ബാലും, പിന്നെ നവീൻ കുമാർ പിക്ചറിൽ വരുന്നത്. അന്നത്തെ തോട്ട് ഉണ്ടായിരുന്നു. ആ ഷോയുടെ പേരെന്തായിരുന്നു? എം ഷോ. മൈൻഡ്, മാജിക്, മ്യൂസിക്, മിസ്റ്ററി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എം ഷോ. അത് രാജ സാറാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. 3 പേരും ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം. പിന്നെ നമ്മൾ നല്ല കൂട്ടുകാരാണ്. അപ്പം തഗ്ഗിന്റെ ഘോഷയാത്രയാണ് ആ ഷോ. അതായത് ഒന്നും പ്ലാൻ ആയിരിക്കില്ല. ഇതില് 3 പേരും 3 ആവും. 3 പേരും 3 കൈകാര്യം ചെയ്യുന്ന പോലെ അതിങ്ങനെ തിരിഞ്ഞും പറഞ്ഞിട്ടൊക്കെ വരും. ഒരു ഘടനയുണ്ട്. 4 മണിക്കൂറുണ്ടായിരുന്നു ആ ഷോ. പക്ഷെ അത് കുറേ പേര് നമ്മളോട് പറയും, അത് പിന്നെ കാണാന്ന് മാറ്റി വെച്ച ആളുകൾ, അതിനൊരിക്കലും പറ്റില്ലല്ലോ, നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ അതിന് ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പേടിയില്ലേ, അത് ഏറ്റവും ലൈറ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഷോ അതായിരുന്നു. കാരണം അത് എന്തെങ്കിലും ആയിപ്പോയ അപ്പുറത്ത് അതിൽ ഒരാളും അവർ സ്കോർ ചെയ്യാൻ നോക്കുന്ന പോലെ തോന്നിയിട്ടില്ല. എൻ്റെയൊക്കെ മെച്യൂരിറ്റിക്ക് അന്ന് പോലും തോന്നിയിട്ടില്ല. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു ഇതില് ഇവര് കുറച്ച് അങ്ങനത്തെ സിനോറി ഉണ്ട്. അത് അവർ ബാക്കി അതിനുവേണ്ടി ബൂസ്റ്റ് ചെയ്യാം സാഹചര്യങ്ങൾ, അവർക്ക് കുറച്ച് ടൈം കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക. അതൊന്നും പറ്റില്ല. സാധാരണ അതൊക്കെ നമ്മൾക്ക് പുസ്തകങ്ങളിലൊക്കെ പറ്റുന്ന സാധനമാണ്. എല്ലാവരും അവരവര് കുറച്ച് ഷോ ചെയ്യാൻ വേണ്ടി, എന്റർടൈനിങ് ബിസിനസ് അല്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് എല്ലാവരും 3 പേരും ഇങ്ങനെ പോകുന്നത്? അതിനൊരു തെറ്റുണ്ടാവാണ്ട് വരട്ടെപ്പാ. ഈ മെന്റലിസം എന്നുള്ള സബ്ജക്റ്റിലേക്ക് സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ടോ? അതില് പിന്നെ ആദ്യം അതിൽ കുറച്ച് അഞ്ജല ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു
വിദേശത്തുള്ള ഒരു സ്ത്രീയുടെയാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. പക്ഷെ ഇല്ല, അതിന് മുമ്പ് എനിക്കറിയാം, നേരിട്ട് അറിയുന്നുണ്ടായിട്ടില്ല. നേരിട്ട് അറിയുന്നത് ഹെൻറി വാസൻ എന്നെല്ലാം പറഞ്ഞിട്ട് അതൊരു കപ്പിളാണ്. അവര് ജീനിയസ്, എനിക്ക് നേരിട്ട് അറിയാം. ഒരു കപ്പിള്, അവരെ പക്ഷെ വേറൊരു പോലത്തെ ആക്ടാണ്. അതൊരു എനിക്ക് പറഞ്ഞു തരാൻ പാടില്ല. മെന്റലിസം തന്നെ, പക്ഷെ അതിന്റെ വേറൊരു ഒരു കപ്പിൾ ആക്ടാണ്. അത് അങ്ങനെയാണ് അവർ ചെയ്തു പോകുന്നത്. ഇപ്പൊ കുറെ പേരുണ്ട് തോന്നുന്നു. ഐ മീൻ വേറെ എനിക്കൊരു അറിയുന്നതല്ലേ പറയാൻ പറ്റും. നല്ലതെന്ന് തോന്നുന്നു 1-2 പേരെയും കൂടി എനിക്ക് അറിയാം. ഇന്ത്യയിൽ ഒരു റീസെന്റ് അവരൊരു ഇല്യൂഷനിസ്റ്റ് ആയിരുന്നു, ഒരു മ്യൂസീഷ്യൻ, മോട്ടിവേഷണൽ ഇതൊക്കെ ആയിരുന്നു. അവരിപ്പം മെന്റലിസ്റ്റിലോട്ട് ഒരു 3 വർഷം മുമ്പ്. സുഹാനി ഷാ എന്നാണ് പേര്. സുഹാനി, ഞാൻ പ്രേതം ഷൂട്ട് നടക്കുമ്പോൾ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ സുഹാനിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ രഞ്ജിത്തേട്ടൻ, നല്ല പേരാണല്ലോ, ആ പേരാണ് പെളിമണി. ഇതിലൊക്കെ ഇങ്ങനെ കുറെ കഥകളുണ്ടാവുന്ന അറിയില്ല.